aromamari.comല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ നല്ല അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ അനുമോൾ ദേവരാജനാണ്. CLFന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ട് സഹോദരിമാരുടെ മിനിസ്ട്രിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ കാലയളവിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്തൃദാസിയുടെ ജീവിതാനുഭവം അരോമ TV പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവം കൊടുത്ത അസാധാരണമായ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളും ദൈവം തന്നെ ഉപയോഗിക്കുന്നതായ വിധങ്ങളും പ്രേക്ഷകരോടൊപ്പം ഹൃദയം തുറന്ന് പങ്കുവയ്ക്കുന്നു. ആകയാൽ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം അരോമ TVയിൽ ഓൺലൈനിലൂടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാം. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ അനുമോൾ ദേവരാജനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടും സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എൻ്റെ അനുഭവ സാക്ഷ്യവുമായി ഈ അരോമ TVയിൽ എനിക്കായിരിക്കാൻ ദൈവമായ കർത്താവ് തന്ന നല്ല സാവകാശത്തിനായി ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലെയുള്ള ഒരു TV ചാനലിൽ എൻ്റെ അനുഭവ സാക്ഷ്യവും കർത്താവ് എനിക്ക് തരുന്ന ചില ആലോചനകളും പങ്കുവെക്കണമെന്നുള്ളത്. നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ സമയം വന്നപ്പോൾ എനിക്ക് അതിനുള്ള അവസരം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനെല്ലാ സർവ മഹത്വവും ഞാൻ എൻ്റെ കർത്താവിന് അർപ്പിക്കുന്നു. എൻ്റെ കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ കൃപയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നീ പിണ്ണാകാരമായിരുന്നപ്പോൾ എൻ്റെ കണ്ണ് നിന്നെ കണ്ടു എന്ന്. എന്നാൽ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു എന്നുള്ളത് പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ കണ്ട് എന്നെ തെരഞ്ഞെടുത്ത എൻ്റെ കർത്താവിന് നന്ദി പറയുകയാണ്. എൻ്റെ കർത്താവിന് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. എന്നാൽ ആ കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഈ അരോമ TVയിൽ ഇതുപോലെ ഒരു സാഹചര്യവും അവസരവും എനിക്ക് ഒരുക്കി തന്ന അരോമ TVയുടെ ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയേൽ ജോൺ അവരുകള്, അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തകരായിരിക്കുന്നവര് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനം അറിയിക്കുന്നു. അതുപോലെ എന്നെ ഈ സാക്ഷ്യത്തിന് വേണ്ടി ഈ TVയിൽ എന്നെ പരിചയപ്പെടുത്തിയത് കർത്താവിന്റെ ദാസി പൂനെയിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന സാലി മോഹൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയാണ്. ആ കർത്താവിന്റെ ദാസിയെ ഞാൻ വന്ദനം ചെയ്യുന്നു. എന്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് കടക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. എനിക്ക് ഏകദേശം 52 വയസ്സ് കഴിഞ്ഞു. എൻ്റെ 52 വയസ്സിൽ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു പെന്തക്കോസ് അനുഭവത്തിലാണ്.
എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ ഉപകാരങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തെ എങ്ങനെ നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ പിതാവ് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ മാതാവ് യാക്കോബ സമുദായത്തിൽ നിന്നും 14-ാമത്തെ വയസ്സിൽ കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ആ മാതാപിതാക്കൾക്ക് ജനിച്ച് വളർത്തപ്പെടുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവവചനം പഠിക്കാനും സൺഡേ സ്കൂളും യൂത്തിന്റെ പ്രോഗ്രാമുകളും അങ്ങനെ ഒത്തിരി ദൈവിക അനുഭവത്തിലൂടെ എന്നെ എൻ്റെ മാതാപിതാക്കൾ വളർത്തിയെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയി. നാളുകൾ ഞങ്ങൾ കരഞ്ഞു ദൈവസന്നിധിയിൽ. തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്. എന്നാൽ ആ സമയത്തൊക്കെ ഞങ്ങളെ വളരെ പക്വതയോടെയും ദൈവവചനത്തിന്റെ ആഴങ്ങൾ പഠിപ്പിച്ചു. കർത്താവിന്റെ വേല എങ്ങനെ ആയിരിക്കണമെന്നും ദൈവദാസന്മാരെ എങ്ങനെ സ്നേഹിക്കണമെന്നും എങ്ങനെ ബഹുമാനിക്കണമെന്നും കർത്താവിനെ എങ്ങനെ പിൻപറ്റണമെന്നും ഒക്കെയുള്ള ആദ്യകാല പാഠങ്ങൾ എൻ്റെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു തരുവാനായിട്ട് ഇടയായിത്തീർന്നു. എനിക്കൊരു സഹോദരിയുണ്ട്. അവർ കുടുംബമായി ഈ മുണ്ടക്കയത്ത് ആയിരിക്കുന്നു. അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ സന്തോഷമായിട്ട് മുണ്ടക്കയത്ത് ആയിരിക്കുന്നു. അതുപോലെ എൻ്റെ ബാല്യകാല ജീവിതത്തിലും പറഞ്ഞല്ലോ, വിശ്വാസ ജീവിതത്തിലായിരുന്നത് കൊണ്ട് ദൈവ പാദപീഠത്തിൽ ഓരോ ദിവസങ്ങളും ദൈവത്തോട് ചേർന്നിരിപ്പാനും ദൈവിക സാധ്യതകൾ പഠിക്കാനും ഒക്കെ എൻ്റെ ജീവിതത്തെ ദൈവം ഇടയാക്കി തീർന്നു. എന്നാൽ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10ാം ക്ലാസ് മാത്രമാണ്. മുന്നോട്ട് പഠിക്കാൻ എനിക്ക് കഴിയാതെ വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പിതാവിന്റെ അവസ്ഥ. അതുപോലെ തന്നെ എൻ്റെ മാതാവ് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് 10ാം ക്ലാസ്സിന് ശേഷം എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് പൂർത്തീകരിക്കാതെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ വന്നു. ആ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ കുറച്ച് ആടും മാടും ഒക്കെയുള്ള കൃഷികളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തന്ന് അതിനെ നോക്കിയൊക്കെ വളർത്തുവാനായിട്ടും അതിനുശേഷം 19ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു ദൈവിക നിയോഗം ലഭിച്ചതനുസരിച്ച് എൻ്റെ മാതാപിതാക്കളോട് ബൈബിൾ കോളേജിൽ പഠിക്കണം, ദൈവവചനം പഠിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും അങ്ങനെ എന്നെ അടൂർ മിത്രപുരത്തുള്ള ചർച്ച് ഓഫ് ഗോഡിന്റെ പെനിയൽ ബൈബിൾ കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. ഒരു വർഷം ഞാൻ അവിടെ ദൈവവചനം പഠിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ പഠനത്തിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു. എന്നാൽ ഒത്തിരി, ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എൻ്റെ വീടിന്റെ അനുഭവങ്ങൾ ചെറിയൊരു ഓലമേഞ്ഞ ഒരു പെരയായിരുന്നു. മഴ പെയ്യുമ്പോഴൊക്കെ പലപ്പോഴും ചോരും. ആ ഒരു അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ അല്പം ഇടം മാത്രമുള്ള സ്ഥലത്ത് പോയി ചാക്കോ പായോ ഒക്കെ ഇട്ടിരുന്നിട്ട് സ്വർഗത്തേക്ക് എൻ്റെ കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കും. യേശുജ, ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു. എന്നാൽ കൃപയാൽ ഇന്ന് പറയട്ടെ, എൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മല്ലപ്പള്ളിയിൽ ഒരു വാർക്ക വീട്ടിൽ താമസിക്കാൻ ദൈവം ഭാഗ്യം കൊടുത്തു. എൻ്റെ ജീവിതത്തിൽ അപ്പൻ ചെയ്ത ഉപകാരങ്ങളൊക്കെ അത്ര വലുതാണ്. അതുപോലെ തന്നെ എൻ്റെ 21ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ വിവാഹം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ സമുദായത്തിൽ നിന്നും ഒരു ഈഴവ സമുദായത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന ഒരാളായിരുന്നു എന്നെ വിവാഹം കഴിക്കാനായി വന്നത്. ഇപ്പോൾ കർത്താവിന്റെ ദാസനായിരിക്കുന്ന ദേവരാജൻ പാസ്റ്റർ എന്ന് പറയും. അദ്ദേഹം അന്ന് കർത്താവിന്റെ ദാസനൊന്നും ആയിരുന്നില്ല. തിരുപ്പൂർ ബനിയൻ കമ്പനിയിൽ ഒരു സൂപ്പർവൈസറായി ജോലി നോക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മാതാവിന് എന്നെ ദൈവാത്മാവ് കാണിച്ചു കൊടുക്കുകയും എൻ്റെ റിലേഷനിൽപ്പെട്ട എൻ്റെ ഒരു അമ്മച്ചിയോട് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വന്ന് കാണുകയൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കാണ് എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്ന്. അമ്മ ചിന്തിച്ചത് വേറൊന്നുമല്ല, മകൻ കർത്താവിനെ അറിഞ്ഞു, ആഴമായി സ്നാനപ്പെട്ടു, അങ്ങനൊന്നും പറയാനൊക്കത്തില്ല. തൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ടും ഒരു വിവാഹം കഴിക്കണമല്ലോ എന്നുള്ള ആഗ്രഹത്തിലും അദ്ദേഹം എന്ത് ചെയ്തു, സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് അറിയാം, ഈ സ്നാനപ്പെട്ടതൊന്നും ശരിയായ നിലയിലല്ല. മുന്നോട്ട് പോകണമെങ്കിൽ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാൾ കൂടി ഉണ്ടെങ്കിലേ പറ്റുമെന്നുള്ള കാര്യം എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായതുകൊണ്ടും അമ്മ പറഞ്ഞു, എനിക്ക് ഈ മകള് മതി, ഈ കുഞ്ഞിനെ ഞാൻ വിവാഹം കഴിയും, ഈ മോള് മതി എനിക്ക് എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയുടെ നിർബന്ധത്താൽ എന്നെ വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഏതാണ്ട് ഒത്തിരി പ്രയാസങ്ങൾ. 1994 മെയ് മാസം 27-ാം തീയതി ആയിരുന്നു എൻ്റെ വിവാഹം. ആ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് നോക്കിയാൽ കുറേയും കൂടെ കാര്യങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങി പറയേണ്ടതായിട്ട് വരും.
ഞാൻ പറഞ്ഞല്ലോ എന്റെ മാതാവിന്റെ സംരക്ഷണയും എന്റെ മാതാവിന്റെ ആ ജോലിയും ആ നിലയിലാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. എന്നാൽ ഒരു വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള നന്മയൊന്നും എന്റെ മാതാവിന്റെ കയ്യിൽ അന്ന് ഇല്ല, എന്റെ പിതാവിന്റെ കയ്യിൽ ഒട്ടുമില്ല. പക്ഷെ എങ്ങനെ ഒരു വിവാഹം നടത്തും എന്നൊക്കെയുള്ള പ്രയാസങ്ങൾ ഒത്തിരി മുന്നിലുണ്ടായിരുന്നു. എന്റെ അമ്മ ജോലിക്ക് പോകുന്ന ഒരു വീട്ടിലെ സഹോദരി ആന്റി എന്റെ അമ്മയോട് പറഞ്ഞു, അനിമോളുടെ വിവാഹത്തിന് എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം, എല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് എന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുവാനായിട്ട് ഇടയായി. അവര് ഒരു കത്തോലിക്ക സമുദായത്തിൽ നിന്ന് കത്തോലിക്ക സമുദായത്തിലുള്ള ഒരു ആന്റി ആയിരുന്നു. പക്ഷേ എന്നോട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞു, വിവാഹത്തിന്റെ നാളുകൾ ഏകദേശം ഇങ്ങനെ അടുത്തു. ചില നാളുകളോ ചില ദിവസങ്ങൾ മാത്രമേ മുമ്പിലുള്ളൂ. ആ സമയത്ത് ഈ സഹോദരി എന്നോട് പറഞ്ഞു, അനിമോൾ എന്റെ കൂടെ കത്തോലിക്കക്കാരുടെ ഒരു സ്ഥാപനമുണ്ട് മുണ്ടക്കയത്തിനടുത്തൊരു സ്ഥലത്ത്, അവിടെ പോയി അവിടെ ഇങ്ങനെ വികലാംഗരായിട്ടുള്ള ജോലി ചെയ്യുന്ന നെയ്ത്തും മറ്റു കൈത്തൊഴിൽ ചെയ്യുന്ന കുറെ സഹോദരിമാരുണ്ട്. അവരിങ്ങനെ അതിൽ ചിലര് പ്രാർത്ഥിച്ച് പ്രവചിക്കുകയും അങ്ങനെ പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു സ്ഥാപനവും കൂടിയാണ്. കത്തോലിക്കരുടെ ഒരു മഠമാണ്. ഇവരുടെ വിശ്വാസത്തിൽ അവർക്കത് സത്യമായിട്ട് തോന്നി. പക്ഷേ എന്നോട് പറഞ്ഞു, അനിമോൾ ഒരു ദിവസം വരണം, അവിടെയുള്ള ഒരു പെൺകുഞ്ഞുമായിട്ട് സംസാരിച്ച് പ്രാർത്ഥിച്ച് എന്താണോ ദൈവാത്മാവ് അത് അവര് പ്രവചിച്ച് പറയുന്നത്, ദൈവാത്മാവ് പറയുന്നല്ല എന്നോട് പറഞ്ഞത്, പ്രവചിച്ച് എന്താണോ പറയുന്നത് അതും കൂടെ കേട്ടിട്ട് ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കാം എന്ന് എന്നോട് പറയാനായിട്ട് ഇടയായി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞു നിൽക്കുന്നു. എന്റെ ചുറ്റുപാടുമുള്ള ഒത്തിരി ആന്റിമാരെ, അന്ന് ഞാൻ ചെറുപ്പമാണെങ്കിലും 10, 40, 45, 35 വയസ്സുള്ള ആന്റിമാരെ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂട്ടിയിരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവരെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലയളവും കൂടി ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്കതിന് സാധിക്കത്തില്ല. അവിടെ വന്ന് ഞാൻ എന്റെ സാക്ഷ്യം എനിക്ക് അവിടെ വന്ന് ആ വ്യക്തിയെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള ആവശ്യമൊന്നും എനിക്കില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. പക്ഷേ ആ വാക്ക് അവർക്ക് വല്ലാത്തൊരു പ്രയാസത്തിന് കാരണമായി. അടുത്ത ദിവസം അവർ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ പണമൊന്നും കിട്ടത്തില്ല, അതിനുള്ള സാഹചര്യം ഒന്നും ഇപ്പൊ ഇല്ല ലില്ലിക്കുട്ടി, എന്ത് ചെയ്യൂന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അല്പം പ്രയാസമൊക്കെ മനസ്സിന് തോന്നി ഒരു വാക്ക് പറഞ്ഞിട്ട് മാറിയപ്പോൾ. അന്ന് രാത്രി ഞാനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും കൂടെ, ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഓലപ്പെരയാ, ആ പെരയ്ക്കകത്തിരുന്നു കൊണ്ട് കൈകോർത്ത് പിടിച്ച് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ഞങ്ങൾ പാടിയ ഒരു പാട്ട് എപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ഒരു പാട്ടാ. ഏതാണെന്നറിയോ? എന്നെ യേശു അല്ലാതെ ഇല്ലെനിക്കൊരു ആശ്രയം ഭൂവിൽ, തന്മാർവിലല്ലാതെ ഇല്ലെനിക്ക് വിശ്രമം വേറെ. അങ്ങനെ ആ പാട്ട് പാടി എൻ്റെ അമ്മയും ഞാനും സഹോദരിയും കൂടെ ആരാധിക്കാൻ തുടങ്ങി. ആരാധിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് കരഞ്ഞു ദൈവത്തോട് നിലവിളിച്ച് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. ഞാൻ യേശുവിനോട് പറഞ്ഞു, അപ്പ നീ അല്ലാതെ വേറൊരാളുടെ പുറകെ പോകാൻ എനിക്ക് താല്പര്യമില്ല, അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. കാരണം എന്നെ വിളിച്ചവനും എൻ്റെ മേലുള്ള വിളി അറിയിച്ചവനും അങ്ങാണ്, എൻ്റെ അപ്പനാണ്. അത് വിട്ട് മറ്റൊന്നിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് എൻ്റെ ദൈവത്തോട് ഞാൻ ചില ദിവസങ്ങൾ ഉപവസിച്ച് കരയാനായിട്ട് ഇടയായി തീർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ വിവാഹ നിശ്ചയത്തിന്റെ തലേന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് ഒരു കർത്താവിന്റെ ദാസനും കുടുംബവും കടന്നു വന്നു. ആ കർത്താവിന്റെ ദാസനും കുടുംബവും കടന്നു വന്ന് ഏകദേശം ഒരു 8-8:30 മണി രാത്രിയായി. അപ്പൊ എന്നോട് ചോദിച്ചു, മോളെ നീ നാളെ ഉടുക്കുന്ന സാരി ഏതാണ്? അപ്പോൾ ഞാൻ ഒരു ചുമല കളർ സാരിയും ഒരു വെള്ള ബ്ലൗസും ഞാൻ എടുത്തു വെച്ചിരിക്കുക, കാരണം വിവാഹ നിശ്ചയത്തിന് ഉടുക്കാനായിട്ട്. ഞാൻ ആന്റിയോട് പറഞ്ഞു ഇതാണ് എന്ന് പറഞ്ഞ് ഞാൻ എടുത്തോണ്ട് കാണിച്ചു. 8:30 മണി കഴിഞ്ഞെന്ന് ഓർത്തോണം. പക്ഷേ ആ സമയത്ത് ആന്റി മുണ്ടക്കയത്തുള്ള ഏറ്റവും വലിയൊരു ജവുളിക്കടയിൽ അവര് വിളിച്ചിട്ട്, കടയടയ്ക്കരുത്, ഞങ്ങൾ വരുന്നു, ഞങ്ങൾക്ക് ഒരു സാരിയും ബ്ലൗസും വേണോന്ന് പറഞ്ഞ് അവര് പോയി ആ സാരിയും ബ്ലൗസും എടുത്തു. രാത്രി തന്നെ ആ ബ്ലൗസ് തയ്ച്ചു. പിറ്റേ ദിവസം ചെറുക്കന്റെ കൂട്ടൊരു ആൾക്കാരും വരുന്നതിന് മുമ്പേ എനിക്ക് കൊണ്ട് തന്ന് എന്നെ ഒരുക്കി അവർ നിർത്താനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീധനം കൊടുക്കണം, അല്പം തുക മാത്രമാണ് കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ, അതാണ് നമ്മൾ പറഞ്ഞതും. അതിന് ഇവർ എഗ്രി ചെയ്യുവാനുമായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹത്തോടെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഞങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ ഇളയ അമ്മാച്ചന് അവരുടെ വൈഫിന്റെ വീട്ടിൽ നിന്നും കൊടുത്ത വീതം അന്ന് രാവിലെ ഒരാൾ വന്ന്
അഡ്വാൻസ് കൊടുത്ത് ആ വസ്തു വാങ്ങിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ചെറുക്കനും കൂട്ടരും 11 മണിയാകുമ്പോൾ വീട്ടിൽ വരും. പക്ഷേ 10 മണിയായപ്പോൾ എൻ്റെ അങ്കിളിന് അവരുടെ ആന്റിയുടെ വീട്ടിൽ നിന്നും കൊടുത്ത വീതം വാങ്ങിക്കാൻ ഒരാള് വന്നു, അഡ്വാൻസ് കൊടുത്തു. 10 മണിയായപ്പോൾ എൻ്റെ അങ്കിള് അവർക്ക് കൊടുക്കാനുള്ള നന്മയുമായിട്ട് ഓടി എൻ്റെ വീട്ടിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. എൻ്റെ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യും. പലപ്പോഴും നമ്മളൊക്കെ ദൈവം ചെയ്യാതെ വരുമ്പോൾ മറ്റു പലതിലേക്ക് നമ്മുടെ ചിന്തകളൊക്കെ മാറിപ്പോകാറുണ്ട്. ഞാൻ പറയാം, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ അവൻ മാറത്തില്ല. അങ്ങനെ എൻ്റെ വിവാഹ നിശ്ചയം നടന്നു. ഞാൻ പറഞ്ഞല്ലോ, 1994 മെയ് മാസം 27-ാം തീയതി എൻ്റെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി. എൻ്റെ വിവാഹം നടന്നു. കർത്താവിന്റെ ദാസിന്റെ കുടുംബത്തിനകത്ത് അവർ സഹോദരങ്ങൾ, 2 ആൺകുഞ്ഞുങ്ങളും 3 പെൺകുഞ്ഞുങ്ങളുമാണ്. 5 മക്കളും അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. ഇത് 3ാമത്തെ മകനാണ്. അങ്ങനെ എൻ്റെ വിവാഹം നടന്നു. 10 ദിവസം മാത്രം ഞങ്ങൾ കേരളത്തിൽ താമസിച്ചു, 2 വീടുകളിലുമായിട്ട്. 10ാമത്തെ ദിവസം തിരുപ്പൂരിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. അവിടെ ചെന്ന് കർത്താവിന്റെ ദാസിന് ജോലിയുണ്ട്. ആ ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കാനായിട്ട് ഇടയായി. പക്ഷേ തിരുപ്പൂരിൽ ചെന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ജീവിതം ഞാൻ പ്രതീക്ഷിച്ചതുപോലെയോ എൻ്റെ മാതാവ് പ്രതീക്ഷിച്ചതുപോലെയോ ഒന്നുമല്ല കാലത്ത് അതിന്റെ പോക്കെന്ന് എനിക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായി. ചില ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് നന്നായി മദ്യപിച്ച് ആള് പോലും അറിയാത്ത നിലയിൽ എൻ്റെ വീട്ടിലേക്ക് കയറി വരാനായിട്ട് തുടങ്ങി. ഞാൻ കണ്ടപ്പോൾ ഒത്തിരി ഭാരം എൻ്റെ ഹൃദയത്തിൽ വന്നു, ഒത്തിരി വേദന വന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാണ് എൻ്റെ ആഗ്രഹം മുഴുവൻ അപ്പന്റെ വേല ചെയ്യണമെന്നുള്ളതാണല്ലോ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കാഞ്ഞിട്ടാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ പറയാം, എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നെ ശാരീരികമായി വല്ലാതെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ആരുടെ മുമ്പിൽ നിന്നും, ഏത് പട്ടണത്തിൽ നിന്നും എന്നെ ഉപദ്രവിക്കുന്നതിന് ഒരു മടിയില്ലാത്ത ഒരാളായി മാറി. ഞാൻ വളരെ ഭാരപ്പെട്ടു. പലപ്പോഴും വിശ്വാസ ജീവിതത്തിലായിരുന്നത് കൊണ്ട് മറ്റൊരു ചിന്ത എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ല. ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിക്കണം, ഇദ്ദേഹത്തെ പ്രാർത്ഥിച്ച് നേടണം എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. ഇദ്ദേഹം ജോലിക്കായി രാവിലെ കടന്നു പോകും. ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലെ ജോലി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഒരു പായ എടുത്തിട്ടിട്ട് മുട്ടയിൽ നിന്ന് ദൈവത്തോട് കരയാൻ തുടങ്ങും. അപ്പൊ എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ, എനിക്ക് മടക്കി തരണം. എൻ്റെ മാതാവിനോട് വന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞാൽ അത് അവർക്ക് പ്രയാസമാ, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തോട് കരഞ്ഞു. പറയാൻ ചില വർഷങ്ങൾ കരഞ്ഞു കേട്ടോ. 1-2 വർഷത്തോളം ഞാൻ കരഞ്ഞു. അത് ആ കരഞ്ഞതൊന്നും വൃഥാവായിട്ടില്ല എന്ന് എനിക്ക് ഇപ്പം മനസ്സിലാകുന്നു. ആമേൻ. ഞാൻ അന്ന് 2 വർഷം ഞാൻ കരഞ്ഞതിന്റെ മറുപടി എന്ന വണ്ണം ദൈവം ഇന്ന് എന്നെ മാനിച്ചതും ദൈവത്തിന്റെ സ്നേഹവും ഇന്ന് എന്നേക്കാൾ അധികം യേശുവിനോട് ആഴമായി അടുത്തിരിക്കുന്ന ഒരു ദൈവദാസനെ ദൈവം എനിക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം എന്റെയോട് താൻ വിശ്രമിക്കുന്ന സമയത്ത് തന്റെ ഒരു മുമ്പിലേക്ക് ഒരു ദർശനം കർത്താവ് കാണിച്ചു. നീ 21 ദിവസം ഉപവസിക്കണം എന്ന ഒരു ദർശനം കൊടുത്തു. അദ്ദേഹത്തിന് ഉപവാസം എന്താണെന്ന് അറിയില്ല. സ്നാനപ്പെട്ടു എന്നുള്ളത് കറക്റ്റാ, പക്ഷേ ഉപവാസം എന്താ, പ്രാർത്ഥന എന്താ, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം, ഇതൊന്നും അദ്ദേഹത്തിന് അറിയാത്തൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ 21 ദിവസം ഉപവസിക്കണം എന്നുള്ള ഈ കാഴ്ച കണ്ടപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, അനുമോളെ, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നു, 21 ദിവസം ഞാൻ ഉപവസിക്കണമെന്ന് എഴുതി കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ, ദൈവം അങ്ങനെ കാണിക്കുന്നെങ്കിൽ അത് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ലീവായി ഞങ്ങൾ നാട്ടിലേക്ക് തിരുപ്പൂരിൽ നിന്നും ഇങ്ങനെ കേരളത്തിലേക്ക് വന്നു. എൻ്റെ വീട് മുണ്ടക്കയത്തും എൻ്റെ ഹസ്ബൻഡിന്റെ വീട് കട്ടപ്പനയുമാ. ഞങ്ങളിങ്ങനെ കട്ടപ്പനയ്ക്ക് വേണ്ടി വരുന്ന സമയത്ത് തീരുമാനിച്ചു, എവിടെയെങ്കിലും ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പങ്കെടുക്കാം. അങ്ങനെ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ച് ഞങ്ങളിങ്ങനെ ആയിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ദാസന്റെ ചർച്ചിൽ പോയി. അവിടെ 3 ദിവസം മാത്രമേ ഉപവാസ പ്രാർത്ഥനയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ചർച്ചിൽ വന്നു. അവിടെയും വെള്ളി, ശനി, ഞായർ 3 ദിവസമേ ഉള്ളൂ. എന്നാ ഇനി ഇവിടെ എങ്ങും ഉപവാസ പ്രാർത്ഥനയില്ല, നമുക്ക് എന്ത് ചെയ്യാൻ, തിരിച്ച് ഞങ്ങൾ തിങ്കളാഴ്ച തിരുപ്പൂരിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠന്റെ ചർച്ചിൽ എനിക്കൊന്ന് പോകണം, ജ്യേഷ്ഠനുമായി കണ്ടൊന്ന് ആരാധന സംബന്ധിക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജ്യേഷ്ഠന്റെ ചർച്ചിലേക്ക് പോയി. അവിടെ ചെന്ന് കാണുന്നത്, ഹോളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ആ തിങ്കളാഴ്ച മുതൽ അടുത്ത 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്ന ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്.
കർത്താവിന്റെ ദാസന്റെ അവിടെ ഇരുന്ന് മുട്ടയിൽ ഇരുന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഞാൻ മരിച്ചാലും ജീവിച്ചാലും അങ്ങയ്ക്ക് വേണ്ടിയിട്ടാ. അതുകൊണ്ട് ഈ 21 ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് ഉപവസിക്കാൻ ഞാൻ തീരുമാനമെടുക്കുകയാ. എന്റെ ജോലിയല്ല വലുത്, എന്റെ കർത്താവ് എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് താൻ ഒരു തീരുമാനമെടുത്തു. ആരാധന കഴിഞ്ഞു, വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ നാളെ തിരുപ്പൂരിൽ വരില്ല, എനിക്ക് നാളെ മുതൽ ഇവിടെ ഉപവസിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, കമ്പനി ലീവ് പറയണ്ടേ, നമുക്ക് കാര്യങ്ങളില്ലേ, തിരിച്ചു പോകണ്ടേ? അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി അതൊക്കെ പിന്നീടുള്ള കാര്യമാ, 21 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ എന്ത് ചെയ്യുന്നോളെന്ന് പറഞ്ഞു. കൃപയാൽ ഞാൻ പറയാം, ആ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയോടുകൂടെ അദ്ദേഹം തിരുപ്പൂരിലെ ജോലി ഉപേക്ഷിച്ചു. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനമെടുത്തു. ഞങ്ങൾ പോയി തിരുപ്പൂരിൽ ചെന്ന് ഞങ്ങളുടെ വസ്തുവകകളൊക്കെ മറ്റൊരാൾക്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ആവശ്യമായ വസ്ത്രവും എടുത്ത് ഞങ്ങൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ പ്രതിസന്ധിയായി. കാരണം ഈ നാട്ടിലുള്ള ഒരു ജോലിയും എൻ്റെ ഹസ്ബൻഡിന് അറിയില്ല. എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്, ആ കൂടെ നിന്ന് ജോലി ചെയ്യാൻ അതറിയില്ല. എൻ്റെ അച്ചാച്ചൻ കിണർ പണിക്കാരനാണ്, ആ കൂടെ നിന്ന് പണിയാൻ അറിയില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും അദ്ദേഹത്തിന് കേരളത്തിലുള്ള ഒരു കാര്യവും അറിയില്ല. കാരണം തൻ്റെ 14ാമത്തെ വയസ്സിൽ താൻ തിരുപ്പൂരിൽ കടന്നുപോയതാ. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പ്രതിസന്ധിയിലായി. കുറെ ദിവസങ്ങൾ വല്ലാത്തൊരു വിഷമത്തിലായി. അമ്മായി അച്ഛൻ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് കഴിച്ചും സ്വോത്ര കാഴ്ച പോലും അദ്ദേഹം തന്നെ സ്വോത്ര കാഴ്ചയിട്ടും അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നപ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ മനസ്സിൽ വന്നു. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, ബാ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് പണിക്ക് പോകാം, ഞാൻ കൂടെ വരാം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കൂടെ. ഞാൻ കേരളത്തിൽ നന്നായി, ഞാൻ പറഞ്ഞില്ല, ചെറുപ്രായം മുതലേ അധ്വാനിച്ച് വളർന്നുകൊണ്ട് എനിക്കൊരു മടിയുമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സാറിന്റെ കാട്ടിനകത്ത്, ഏലക്കാട്ടിനകത്ത്, ഭയങ്കര വലിയൊരു കാടാ. കാരണം ആളും അനക്കം ഒന്നുമില്ല, ഏക്കർ കണക്കിന് കാടായിട്ട് കിടക്കുന്ന ഒരു കാട്ടിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ കുറെ ദിവസം അവിടെ ജോലിക്ക് പോയി. അതിനുശേഷം ഇവിടെ ചപ്പാത്ത്, കട്ടപ്പന ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് തേയിലത്തോട്ടത്തിനകത്ത് രണ്ടുപേരും കൂടെ ജോലിക്ക് പോയി. കാപ്പിക്കാട്ടിൽ ജോലിക്ക് പോയി. അങ്ങനെ പിന്നെ കുറെ നാളുകൾ അങ്ങനെ കുറെ ജീവിതം ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മൂത്ത മോൻ അന്നുണ്ട്, തിരുപ്പൂരിൽ വെച്ച് എൻ്റെ മൂത്ത മോനുണ്ട്. എൻ്റെ മൂത്ത മോനെ എൻ്റെ അമ്മയുടെ വീട്ടിൽ, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവിടെയാണ് വളർത്തുന്നത്. എനിക്ക് മൂന്ന് മക്കളാണ്. എൻ്റെ മൂത്ത മോൻ കൃപയാൽ ഇന്ന് അബുദാബിയിൽ ഒരു നല്ല ബാങ്കിലെ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുന്നു. അവന്റെ വിവാഹം കഴിഞ്ഞു. ഒരു മോള് അബുദാബിയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അവന് 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ മൂത്ത മോൻ സേക്കുട്ടൻ 4 വയസ്സായി. രണ്ടാമത്തെ മോള് ഇപ്പം 2 മാസം കഴിഞ്ഞു. അവന് എൻ്റെ അമ്മയുടെ കൂടെ നിന്ന് വളരുന്നു. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് എൻ്റെ മോൻ 5 വയസ്സ് കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ രണ്ടാമത് പ്രഗ്നന്റ് ആയി. എൻ്റെ മോള് പ്രഗ്നന്റ് ആകുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ എൻ്റെ 6-7 മാസത്തോളം ഞാൻ ആ എസ്റ്റേറ്റിൽ ജോലിക്ക് പോയി. കാരണം ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥലത്ത് സൂപ്പർവൈസർക്കും എൻ്റെ കൂടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയിരിക്കുന്ന ഒരാൾക്കും മാത്രമേ അറിയത്തുള്ളൂ ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. കാരണം ഞാൻ ആ എസ്റ്റേറ്റിൽ ഒരു താൽക്കാലിക ജീവനക്കാരിയാ. അവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ചെലവ് മുഴുവൻ കമ്പനി വഹിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കമ്പനി ഒരിക്കലും പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരാളെ അവിടെ എടുക്കത്തില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരിയും ഈ സൂപ്പർവൈസറും ഒരു മനുഷ്യനോടും അറിയിക്കാതെ, ഞാൻ വളരെ എന്റെ ശരീരത്തിലേക്ക് അതൊന്നും അറിയിക്കാതെ വേണം 5-6 മാസം ഞാൻ ജോലി ചെയ്തു. അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞു ഞാൻ ജോലി ചെയ്യാനായിട്ട് എസ്റ്റേറ്റിൽ പോയിരിക്കുന്നു. ഞാൻ ഗർഭിണിയാണെന്ന് അവർക്കറിയാം. പക്ഷെ ആ സമയത്ത് എൻ്റെ അനിയത്തി വന്നു, എന്നെ കണ്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ശനിയാഴ്ച ശമ്പളം മേടിച്ചോണം തിരിച്ചു മുണ്ടക്കയത്തേക്ക് വന്നേക്കണം. അങ്ങനെ ആ ശനിയാഴ്ച ശമ്പളം മേടിച്ചു. ഞായറാഴ്ച രാവിലെ ഞാനും എൻ്റെ കൂട്ടായി തന്ദാസിനും കൂടെ ഞങ്ങൾ മുണ്ടക്കയത്ത് വന്നു. അവിടെ വന്നു പിന്നെ എൻ്റെ മാതാപിതാക്കളുടെ കൂടെയുള്ള ജീവിതമായി. കുറെ നാളായിട്ട് 2 മക്കളും മോളുടെ ഡെലിവറി അടുത്ത സമയത്ത് ഒക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതമാണ് ദൈവം ചെയ്തത്. മോള് ഡെലിവറി കഴിഞ്ഞു. അന്ന് രാത്രിയിൽ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോളെ എടുത്തോണ്ട് അവരൊരു റൂമിലേക്ക് പോകുന്ന ഞാൻ കണ്ടു. പാല് കൊടുക്കാൻ പോലും എൻ്റെ അടുക്കൽ കൊണ്ടുവന്നില്ല. അപ്പൊ ഞാനിങ്ങനെ വല്ലാതെ വിഷമിക്കുകയാണ്. എൻ്റെ മോളെ എനിക്ക് കാണാൻ കിട്ടിയില്ല. അപ്പൊ എൻ്റെ അനിയത്തി വന്നപ്പോ ഞാൻ പറഞ്ഞു, എടീ ഞാൻ കുഞ്ഞിനെ കണ്ടില്ല ഇതുവരെ ആയിട്ടും, അവരെന്റെ കൈ കുഞ്ഞിനെ തന്നിട്ടില്ല, അവരെടുത്തോണ്ട് പോയി എന്ന് പറയാനായിട്ടിടയായി.
അവളോട് ഞാൻ നേഴ്സിംഗ് റൂമിലേക്ക് കയറി ചെന്നേ ചോദിച്ചു, എന്താ കുഞ്ഞിന് സംഭവിച്ചത്, എന്താ കുഞ്ഞിനെ കാണിക്കാത്തത്? അന്നേരമാണ് അവര് പറയുന്നത്, പാല് നെറുകയിൽ കയറിയിട്ട് കുഞ്ഞ് ഛർദിച്ചു. ആ ഛർദി കുഞ്ഞിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി, അതുകൊണ്ട് ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ അത് അറിയുന്നത്. പെട്ടെന്ന് അവൾ ചോദിച്ചു, ഈ ട്രീറ്റ്മെന്റ് മാത്രമേ ഇവിടെ ഉള്ളോ? അന്നേ അവര് പറഞ്ഞു, അതെ ഇതേ ഉള്ളൂ. ശരി, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തിട്ടാ, ഞങ്ങൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോക്കളാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ഞാൻ ഡെലിവറി കഴിഞ്ഞ് 2 മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞപ്പോൾ എന്റെ കുഞ്ഞുമായിട്ട് കോട്ടയം ESIയിലേക്ക് ഞാൻ കടന്നു പോകുവാനായിട്ടിടയായി. അവിടെ ചെന്നപ്പോൾ ഞാൻ ചെന്നു, രാത്രി 12-1 മണിയോളമായി അവിടെ ചെന്നു കയറി. ആ സമയത്ത് ഞാൻ ചെന്ന് കയറി ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ എന്റെ മോളെ കൊണ്ട് കിടത്തിയ അടുത്ത് കിടന്ന ടേബിളിൽ കിടന്ന കുഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഞാൻ വലിയവായി കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ ആ രാത്രിയിൽ ആ ഹോസ്പിറ്റൽ തന്നെ ഞാൻ മുട്ടുമടക്കി വെച്ച് ഞാൻ യേശുവിനോട് പറഞ്ഞു, ഞാൻ 9 മാസം ചുമന്നു, ഞാൻ അവളെ പ്രസവിച്ചു, ഞാൻ ഈ കുഞ്ഞുമായിട്ടല്ലാതെ ഈ ഹോസ്പിറ്റൽ തന്നെ വിട്ട് ഞാൻ പോകത്തില്ല, എന്റെ മോളെ എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ചു. എന്റെ പിതാവ് എന്നോട് വന്നിച്ച് പറഞ്ഞു, മോനെ, നിനക്ക് ദൈവം തന്നതാണെങ്കിൽ നിനക്ക് അതിനെ തിരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ നീ സന്തോഷത്തോടെ സ്വീകരിക്കുക. അവളുടെ പപ്പ പറഞ്ഞു, ഒരു വികലാംഗയായ ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തുന്നതിനേക്കാൾ നല്ലത് യേശുപ്പച്ചൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവളെ കൊണ്ടേ ഇവിടുന്ന് പോകുള്ളൂ. ഞാൻ അവിടെ കിടന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താപ്പച്ച, എനിക്ക് ഇവിടെ തന്നാൽ, ജീവനോടെ തന്നാൽ, ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇവളെ കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിച്ചു കൊള്ളാം എന്ന് അവിടെ കിടന്നൊരു തീരുമാനം എടുക്കുവാനിടയായി. അത്ഭുതം എന്ന് പറയട്ടെ, 22ാമത്തെ ദിവസം എന്റെ മോളുമായിട്ട് ഞാൻ വീട്ടിൽ വരാനായിട്ട് ഇടയായി തീർന്നു. കൃപയാൽ 25 വയസ്സ്, ഈ ഏപ്രിൽ മാസമാകുമ്പോൾ 26 വയസ്സാകും. ഷാർജായിൽ BSc നേഴ്സായിട്ട് അവൾ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. പറയാം, കൃപയാൽ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവഭയത്തിൽ അവരെ വളർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അതിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് തരാനിടയാ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ലഭിച്ച മോളും അതുപോലെ തന്നെ കർത്താവിനെ ആഴമായി അറിയുന്ന ഈഴവ സമുദായത്തിൽ നിരീക്ഷിക്കപ്പെട്ട ഒരു മോളെയാണ് ദൈവം ഞങ്ങൾക്ക് തരാനായിട്ട് ഇടയായി തീർന്നത്. അവർ സന്തോഷത്തോടെ കർത്താവിന് അവിടെ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. പിന്നെ ഇളയ മോനുണ്ട്, BBA കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ തന്നെ അവനും ജ്യേഷ്ഠന്റെ അടുത്തേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഒത്തിരി കഷ്ടങ്ങളിലൂടെ, ഒത്തിരി പ്രതിസന്ധിയിലൂടെ, ഒത്തിരി വേദനയിലൂടെയൊക്കെ കടന്നുപോയി. അങ്ങനെ പോകുന്ന ഒരു സമയത്താണ്, എൻ്റെ വീട്ടിനകത്താണ് ഞാൻ താമസിക്കാം. ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത്രോവിന്റെ വീട്ടിലെ മോശയുടെ വാസം പോലെയായിരുന്നു ഞങ്ങളുടെ വാസം. പക്ഷേ അവിടെയും കിടന്ന് കർത്താവിനോട് കരഞ്ഞു. കർത്താവ് ബ്ലോക്ക് വഴി, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് വഴി എരുമേലി കൂവപ്പള്ളിക്കടുത്ത് ഒരു 4 സെന്റ് സ്ഥലവും ഒരു വീടും കർത്താവ് തരാനായിട്ട് ഇടയായി. ആ വീട്ടിൽ ഞങ്ങൾ ആയിരിക്കുന്ന സമയത്താണ് കർത്താവിന്റെ ദാസനോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞു, ദൈവത്തിന്റെ വേല ചെയ്യണം, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങണം എന്ന് പരിശുദ്ധാത്മാവ് തന്റെ ദാസനെ നിർബന്ധിക്കാൻ തുടങ്ങി. കർത്താവിന്റെ ദാസൻ ഒരു ഞായറാഴ്ച സഭയിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് മക്കൾ 3 ഉണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, ഒക്കെ ശരിയാണ്, പക്ഷേ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, കേവലം എന്നെ പോലെ 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയേ ഉള്ളൂ. ഇതെല്ലാം ഉള്ള ഒരു മനുഷ്യൻ പറയും, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോവുകയാണെന്ന്. എന്നോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ. ഞാൻ ഓക്കെ, കർത്താവിന്റെ വേലയെങ്കിൽ അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കൈ കൊടുക്കാനായിട്ട് ഇടയായി. അങ്ങനെ ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം, രാവിലെ കുറച്ച് ട്രാക്റ്റുകൾ എടുക്കും. ഞാൻ പറഞ്ഞല്ലോ, തിരുപ്പൂർന്ന് കുറച്ച് വസ്ത്രങ്ങൾ ഞാൻ പെട്ടിയിൽ അടുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് വസ്ത്രത്തിന് യാതൊരു കുഴപ്പവുമില്ല. നല്ല വസ്ത്രം ധരിക്കും, കുറച്ച് ട്രാക്റ്റുകൾ തന്റെ കയ്യിലെടുക്കും. അതിനുശേഷം താൻ എന്ത് ചെയ്യും, രാവിലെ തന്നെ ഇറങ്ങി ഒരു 10, 15, 20 കിലോമീറ്ററുകൾ താൻ നടക്കും. തോട്ടിലെ വെള്ളം കോരി കുടിക്കും. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേക ഒരു സാഹചര്യത്തിൽ വന്ന ഒരാളായതുകൊണ്ട് എല്ലായിടത്തും നിന്നും പെട്ടെന്ന് ഭക്ഷണവും കഴിക്കാറില്ല. അങ്ങനെ തോട്ടിൽ നിന്നും വെള്ളം കോരി കുടിക്കും. എന്നിട്ട് ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങി ട്രാക്റ്റുകൾ കൊടുക്കും. അങ്ങനെ താൻ എരുമേലിക്കടുത്ത് കൂവപ്പള്ളിയിൽ നിന്നും മുണ്ടക്കയത്തിനടുത്ത് വെള്ളനാടി എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റിൽ താൻ വരാൻ തുടങ്ങി. ആ 2 ആഴ്ച പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകും. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ആദ്യം പോയെടുത്ത് വീണ്ടും വരും. അങ്ങനെ ഈ വെള്ളനാടി എസ്റ്റേറ്റിൽ താൻ കർത്താവിന്റെ വേലയ്ക്കായിരുന്നു. സംഭവിച്ചു ശേഷം പറഞ്ഞു, ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ അമ്മ ചാടി എഴുന്നേക്കാനായിട്ട് ഇടയായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കർത്താവിന്റെ ദാസൻ അങ്ങ് ഉത്സാഹമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പോകാനും ഒക്കെ. അങ്ങനെ താൻ വന്ന് ഒരു വീട്ടിൽ കയറി. അതൊരു വിശ്വാസികളുടെ വീടായിരുന്നു.
ആ വീട്ടിൽ കയറുമ്പോ അവിടുത്തെ മോന് 6-7 മാസം പ്രായമുള്ളൊരു മോന. ആ മോന്റെ ഈ തലയിൽ ഒരു ഭയങ്കര മുഴ. ഈ സഹോദരി അച്ഛനെ കണ്ടപ്പോൾ അവര് ഓർത്തു ഇതൊരു പാസ്റ്ററാന്നാ ഓർത്തെ. ഈ സഹോദരി അച്ഛനോട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ മോന്റെ തലയിലെ മുഴ കണ്ടോ, ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഈ ട്രാക്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ആ സഹോദരിയുടെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഇങ്ങ് പോരാനായിട്ട് ഇടയായി. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം ആ സ്ഥലത്ത് ചെല്ലും. കാരണം പ്രാർത്ഥിച്ചതിനും സുവിശേഷം പറഞ്ഞതിനും എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്നറിയാനാണ് പിന്നീട് പോകുന്നത്. അങ്ങനെ താൻ ചെല്ലുമ്പോഴാണ് ഈ സഹോദരി തന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് അച്ചാച്ചനെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുക. എന്തിനാണെന്നറിയാവോ? അച്ചാച്ചൻ പ്രാർത്ഥിച്ച് വന്നേ അന്ന് രാത്രിയെ കുഞ്ഞിന്റെ തലയിലെ മുഴ മാഞ്ഞുപോയി. അപ്പം അച്ചാച്ചൻ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഈ സഹോദരി വലിയ സന്തോഷത്തോടെ പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ചു, തലയിലെ മുഴ പോയി. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ മുറി എടുത്തു തരാം, സ്ഥലം ഞങ്ങൾ ഒരുക്കി തരാം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരാം, ഞങ്ങൾ ഒത്തിരി ദൂരമാണ് ആരാധനയ്ക്ക് പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരാം, നമുക്കിവിടെ ഒരു പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യണം. അച്ചാച്ചൻ പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് നിയോഗം ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ വന്നു, കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ വേല ഏറ്റെടുക്കാൻ ദൈവാത്മാവ് നിയോഗം തന്നു. അങ്ങനെ ഞങ്ങൾ ആ പ്രദേശത്ത് വേല ഏറ്റെടുത്ത്. ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല എന്ന് ഓർക്കണം. ഞാൻ പഠിച്ച ചെറിയ അറിവുകൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അദ്ദേഹത്തിനൊന്നും അറിയില്ല. ഞാൻ പറയാമല്ലോ, ഞാൻ പലപ്പോഴും പ്രസംഗങ്ങൾ എഴുതി കൊടുത്ത അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. ഇത് വായിച്ച് പഠിച്ചിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ കർത്താവ് ഇന്ന് ഉപയോഗിക്കുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ പ്രവർത്തനം ഏറ്റെടുത്തു. അവിടെ കുറെ നാളുകൾ കർത്താവിന്റെ വേല ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ദാസൻ ബൈബിൾ കോളേജിൽ പോകുവാൻ ദൈവം അവസരം കൊടുത്തു. മുണ്ടക്കയത്ത് IPC ചർച്ചിന്റെ ഒരു IPC ബൈബിൾ കോളേജിൽ പോയി കുറച്ചു കാലം പഠിക്കാനായിട്ട് ഇടയായി. അങ്ങനെ പഠിപ്പിച്ചത് വന്ന് എന്റെ പിതാവാണ് അച്ഛനെ പഠിപ്പിച്ചത്. പക്ഷേ അച്ചാച്ചൻ കുറച്ചു ദിവസം ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. എന്റെ പിതാവ് വണ്ടിയിൽ ലോഡ് കെട്ടി സാധനങ്ങൾ അയക്കുന്ന ജോലിയാണ് എന്റെ പിതാവിന്. പക്ഷേ ആ സമയത്ത് എന്റെ പിതാവ് ഇങ്ങനെ ഒരു ലോഡ് കയറ്റി കയറ് വലിച്ചിങ്ങനെ കെട്ടുന്ന സമയത്ത് ആ കയറ് പൊട്ടിപ്പോയിട്ട് താൻ കുത്താല് ചെന്ന് ഇങ്ങനെ വീഴാനായിട്ട് ഇടയായി. അങ്ങനെ വീണ സമയത്ത് പിന്നെ തന്റെ യൂറിൻ പോകുന്നതിന് പകരം ബ്ലഡ് ആണ് പോയിക്കൊണ്ടിരുന്നത്. നാളുകൾ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റുമായിട്ട് അങ്ങനെ പോയി. അങ്ങനെ തന്റെ ബൈബിൾ കോളേജ് പഠനം അവിടെ തീർന്നു. പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കർത്താവിന്റെ ദാസൻ, എനിക്കറിയില്ല, മുണ്ടക്കയത്തുള്ള മാത്യു പി ഡേവിഡ് എന്ന് പറയും, അദ്ദേഹം അച്ഛനോട് പറഞ്ഞു, ഉപ്പുതറ കണ്ണമ്പടിയിൽ ഒരു വേലയുണ്ട് മോനെ, ഞാൻ നിന്നെ അവിടേക്ക് അയക്കാം, എനിക്കറിയാവുന്ന ആളുകളാണ്, അതുകൊണ്ട് നിങ്ങൾ കുടുംബമായി പോകാവോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, പോകാം, ഞാൻ ഇവിടെ കർത്താവ് അയച്ചാലും അവിടെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെയാണ് ദൈവസ്ഥനെ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പോകാം പാസ്റ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉപ്പുതറ കണ്ണമ്പടിയിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ വന്നു. അതൊരു ആദിവാസി മേഖലയാണ്. അവിടേക്ക് എപ്പോഴും ബസ്സുകളില്ല. കട്ടപ്പന ഉപ്പുതറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 2 ബസ് മാത്രമേ ഉള്ളൂ, രാവിലെ 8:15 ഉച്ചയ്ക്ക് 1:30. ഈ 2 ബസ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആനയും കരടിയും കാട്ടുപോത്തും ഒക്കെ ഉള്ള വനത്തിലൂടെ കിലോമീറ്ററുകൾ. അതായത് വളകോട് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് ഒരു ജീപ്പ് വിളിച്ചാൽ 600 രൂപ 700 രൂപ അന്ന് കൊടുക്കണമായിരുന്നു. അത്രത്തോളം ദൂരത്തിൽ ഈ വനത്തിലൂടെ ഞങ്ങള് കുഞ്ഞുങ്ങളുമായിട്ട് നടന്നു പോകും ബസ് വിട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ആ ദേശത്ത് പോയി കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് ഇടയായി. അവിടെ ചെന്നപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ അയച്ചപ്പോ 10 കുടുംബം ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ അവിടേക്ക് വിട്ടത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ 3 കുടുംബം മാത്രമേ ഉള്ളൂ. എന്നാലും സന്തോഷത്തോടെ ഞങ്ങൾ അതങ്ങ് സ്വീകരിച്ചു. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ചെറിയ മണ്ണ് കെട്ടിയ ഒരു പാസനേജ്, 2 സൈഡും പുൽപ്പാ കൊണ്ട് വാതില് മറച്ചിരിക്കുന്ന ഒരു വീട്. ആ വീട്ടിനകത്ത് 3 കുഞ്ഞുങ്ങളും ഞങ്ങളുമായിട്ട് അവിടെ താമസിക്കാനായിട്ട് കയറി. അവിടെ ചെന്നു കർത്താവിന്റെ വേല തുടങ്ങി. അവിടെ ഒത്തിരി അകലങ്ങളില്ല, 4-5 ഏക്കറുകൾക്കപ്പുറമാണ് ഓരോ വീടുകളും ഉള്ളത്. കാരണം ഇത് ആദിവാസി മേഖലയായതുകൊണ്ട് ജനങ്ങൾക്ക് ഒത്തിരി ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത വീട് കാണുന്നത്. അവിടെ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെന്നു. വളരെ ശക്തമായി കർത്താവ് അവിടെ ഞങ്ങളെ ഉപയോഗിക്കാനായിട്ട് ഇടയായി. ഒത്തിരി, ഞാൻ പറഞ്ഞില്ല, 3 പേര് മാത്രമേ ആരാധനയ്ക്ക് വരുത്തുള്ളൂ, 3 പേര് വീട്ടിലിരിക്കും. അവിടെ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ, ഈ 3 പേര് മാത്രമേ വരുത്തുള്ളൂ, 3 പേര് വീട്ടിലിരിക്കുന്നതിന്റെ കാരണം, ആ ദേശത്ത് 18 വയസ്സുള്ള ഒരു മോനുണ്ട്.
അദ്ദേഹം അതിന്റെ പേര്, അതിനെ എല്ലാരും പറയുന്നത് സിറ്റിമുട്ടൻ എന്നാണ്. ഈ 18 വയസ്സുള്ള മോൻ എല്ലാ വീട്ടിലും ആളില്ലാത്ത വീട്ടിൽ കയറും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ അവൻ മോഷ്ടിച്ചെടുക്കും. അത് കുരുമുളകായാലും ഏലക്കായ ആയാലും എല്ലാം അവൻ മോഷ്ടിച്ചുകൊണ്ട് പോകും. അതിന് കാവലിനാണ് 3 പേര് വീട്ടിലിരിക്കുന്നത്. ഓരോരുത്തർ ഭാര്യ വന്നാൽ ഭർത്താവ് വീട്ടിലിരിക്കും, ഭർത്താവ് വന്നാൽ ഭാര്യ വീട്ടിലിരിക്കും. ഇങ്ങനെ അവര് വീട് കാവലിനായിട്ടിരിക്കും. ഒരു ദിവസം അച്ചാച്ചൻ ഇങ്ങനെ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരോട് പറഞ്ഞു, അപ്പൊ ഫാസ്റ്റനേജ് അപ്പുറത്താണ്, ഹോൾ ഇപ്പുറത്ത് പുതിയത് പണിത് ഇപ്പുറത്ത് ഹോളിൽ ആരാധന നടക്കുന്നു. ഒരു ചെറിയ ചെറിയ ഡിസ്റ്റിങ്ഷൻ മാത്രമേ ഞാൻ കൊള്ളൂ, ശകലം തുള്ളിയിട മാത്രം. അവിടെ നിന്നാണ് ഹോൾ ഇരിക്കുന്നത്. അച്ചാച്ചൻ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, നിങ്ങളെല്ലാരും ആരാധനയ്ക്ക് വരണം, ആരും ആരാധന മുടക്കി വീട്ടിൽ ഇരിക്കരുത്, എല്ലാരും ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാം വീട് സൂക്ഷിക്കാൻ ദൈവം തന്റെ ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്, ദൂതന്മാരെ ദൈവം കാവൽ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അടുത്ത ഞായറാഴ്ച മുതൽ ആരും വീട്ടിലിരിക്കരുത്, എല്ലാരും ആരാധനയ്ക്ക് വരണമെന്ന്. ഇതാ ചാച്ചൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസനേജിനകത്ത് കയറി ബാഗിലിരുന്ന അല്പം പൈസയും ഒരു 3 ബാറ്ററിയുടെ ഒരു ടോർച്ചും ഒരു ഒരു വാക്മാൻ, അവിടെ TV അങ്ങനെയുള്ള സംഭവം, റേഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ വാക്മാൻ പാട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയതാ. ഈ 3 സാധനവും കൂടി ഇദ്ദേഹം എടുത്തോണ്ട് പോയി. തിരിച്ച് ആരാധന കഴിഞ്ഞു, ഇറങ്ങി വന്നു. അച്ചാച്ചൻ ഈ ബാഗിൽ ചെന്ന് ഈ പൈസ തപ്പുമ്പോ പൈസ കാണാനില്ല. അപ്പൊ എന്നെ വിളിച്ചു ചോദിച്ചു, അനുമോളെ ബാഗിൽ ഇട്ട പൈസ എന്തിയെ? അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, ഇപ്പൊ വിശ്വാസികള് വരുന്നവരാണെങ്കിലും നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങി സംസാരിക്കുകയും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവം ഉണ്ട്. പക്ഷെ അവരോട് ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ബാഗിലെ പൈസ കണ്ടില്ലെന്ന് അവരോട് പറയാൻ പറ്റില്ല. അച്ചാച്ചൻ പെട്ടെന്ന് ഹോളിലേക്ക് ഓടിക്കയറി ചെന്നിട്ട് മുട്ടയിലിരുന്ന് ചോദിച്ചു, കർത്താവേ എന്താ സംഭവിച്ചേ? എവിടാ എന്റെ പൈസ പോയെ? എന്നെ കർത്താവ് പറഞ്ഞു, നീ ചെന്ന് നിന്റെ 3 ബാറ്ററിയുടെ ടോർച്ച് എന്തിയെന്ന് നോക്കാൻ പറഞ്ഞു, നിന്റെ ബാക്ക്മാൻ എന്തിയെന്ന് നോക്കാൻ പറഞ്ഞു. ഓടി വന്ന് ഇത് രണ്ടും ഇരിക്കുന്ന സ്ഥലത്ത് എന്ന് നോക്കുമ്പോ ഇത് രണ്ടുമില്ല. ചാച്ചൻ പറഞ്ഞു, സിറ്റിമുട്ടം കയറിയല്ലേ വീട്ടിനകത്ത്? ഞാൻ പറഞ്ഞു, ദൈവമക്കളോട് വീടിന് കാവലുണ്ട്, ദൂതന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിനകത്ത് സിറ്റിമുട്ടം കയറിയല്ലേ എന്ന് ദൈവത്തോട് ചോദിച്ചു. കേൾക്കണോ? അവിടുന്ന് അച്ഛൻ ഓടി സഭയിലെ മൂപ്പന്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ചാച്ചാ എന്റെ ഇന്ന സാധനങ്ങളൊന്നും കാണുന്നില്ല. അന്നേരം അച്ഛനോട് പറഞ്ഞു, ഉപദേശി പൊക്കോ, ഉപദേശി ഒന്നും നോക്കണ്ട, നാളെ അവൻ ആനച്ചാലെ കടന്നോളൂ എന്ന് പറഞ്ഞു. കാരണം അവനെ കൊന്നിട്ട് ആന വരുന്ന ചാലി കൊണ്ടിട്ടാ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു, ഇന്ന് പറഞ്ഞത് പറഞ്ഞു, ഇനി മേലിൽ ഇങ്ങനെയുള്ള വാക്കിനോട് പറയരുത്, എന്നെ അയച്ചത് കർത്താവാ, എന്റെ കാര്യം നോക്കാൻ കർത്താവിന് കഴിയും, അതുകൊണ്ട് ഈ മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു. പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ 6 മണി തൊട്ട് 6 മണി വരെ മുട്ടയിൽ അങ്ങ് ഇരുന്ന് വെള്ളം പോലും കുടിക്കാതെ കർത്താവിന്റെ സന്നിധി കരഞ്ഞിട്ട് പറഞ്ഞപ്പാ, ഇനി ഈ കോമ്പൗണ്ടിൽ അവൻ കയറരുത്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പെട്ടോട്ടെ, പക്ഷെ കയറരുത്, ഈ ദേശം അവൻ നശിപ്പിക്കരുത്, ദൈവമക്കളെ വീട്ടിനകത്ത് ഇരുത്തരുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് അന്ന് ദൈവം തന്ന പോലൊക്കെ ഞങ്ങൾ അങ്ങ് പ്രാർത്ഥിച്ചു. അവസാനം പ്രാർത്ഥിച്ച് 6 മണിക്ക് പ്രാർത്ഥന നിർത്താൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, അവന്റെ ആയുസ് 90 ദിവസമെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഭാരം ഞങ്ങളുടെ ഉള്ളിൽ വന്നു. ഞാൻ ചർച്ചിൽ വരുന്ന ഒരു മോനെയും കൂട്ടിക്കൊണ്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ 18 വയസ്സുള്ള ഈ മോൻ ഇങ്ങനെ തന്റെ ഉദരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങി. ഒരു 9 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ് പോലെ ഈ ഇങ്ങനെ വീർത്തു നിൽക്കുന്ന കാഴ്ച കണ്ടു. ഞങ്ങള് ചർച്ചിൽ വരുന്ന ഒരു മോനുമായിട്ട് ഓടി ആ വീട്ടിൽ ചെന്നു. ആ മോനെ കണ്ടിട്ട് പറഞ്ഞു, മോനെ ഞങ്ങൾ ക്ഷമിച്ചു, നീ അതിനേക്കാൾ ഉപരി വേറൊരു അത്ഭുതം അവിടെ നടന്നു. എടുത്തതിന്റെ 10ാമത്തെ ദിവസം അതിരാവിലെ ഞങ്ങൾ അന്ന് ടോയ്ലറ്റ് ബാത്റൂം സൗകര്യങ്ങളൊന്നുമില്ല, നമ്മൾ പറമ്പിൽ വേണം കാര്യങ്ങൾക്ക് പോകാനായിട്ട്. അങ്ങനെ എന്റെ മോളുമായിട്ട് ഇങ്ങനെ ടോയ്ലറ്റിലേക്ക് പോകാൻ ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഈ കേറിയ വാതിലിൽ തന്നെ വാക്മേനും ടോർച്ചും ഇരിക്കുക. ഞാൻ വലിയവായി കാറി. കാരണം ഞാൻ പറഞ്ഞു, അവൻ ഈ കോമ്പൗണ്ടിൽ കയറരുതെന്നാ ഞാൻ പ്രാർത്ഥിച്ച്, പക്ഷെ അവൻ ഈ കോമ്പൗണ്ടിൽ ഇന്നലെ രാത്രി വന്നല്ലോ പപ്പാ എന്നും പറഞ്ഞ് കാറി. അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ അത് ദൈവം അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. ഞങ്ങൾ അങ്ങനെ അന്തം വിട്ടിങ്ങനെ കാറിയിരിക്കുമ്പോൾ റോഡിൽ കൂടെ ആൾക്കാർ പോന്നു. ഓടി അവര് വന്നു, എന്താ പാസ്റ്റർ എന്ന് ചോദിച്ചോണ്ട് അവര് ഓടി വന്നിട്ട്, അപ്പൊ ഇതാ സംഭവം, ഇതിങ്ങനെ പറഞ്ഞു. അത് ആ ദേശത്തെ പിടിച്ച് കുലുക്കാനായിട്ടിടയായി. ഭയങ്കര ഞങ്ങളോടൊരു ഭയങ്കര ബഹുമാനവും ഞങ്ങളോടൊരു ഭയങ്കര സ്നേഹവും ആ ദേശത്തുള്ള ജനത്തിന് ഞങ്ങളോട് തോന്നാനായിട്ടിടയായി. പലരും സിറ്റിയിൽ ഇരുന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി, ആ ദേശത്തുള്ള ജനത്തിന്റെ ഏലക്കായും കുരുമുളകും മോഷ്ടിച്ചോണ്ട് പോയിട്ട്
ഉപ്പുതറ പോലീസ് ഡെസ്കിന്റെ കാല് വന്ന് പെരുവിരലെ കയറ്റി വെച്ചിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥര ഡെസ്കെ കയറിയിരിക്കും. എന്നിട്ട് പോലും സത്യം പറയാത്തവൻ എങ്ങനെ വരുത്തനായ ഇവിടുത്തുകാരൻ പോലും അല്ലാത്ത ഒരു മനുഷ്യന്റെ സാധനം എങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു? അത് അവർക്കൊരു ചോദ്യമായി തീർന്നു. അങ്ങനെ ദൈവ ഭയം ആ ദേശത്ത് ദൈവം കൊടുക്കുവാനായിട്ടിടയായി. പിന്നെ എല്ലാവർക്കും ഞങ്ങളോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും, പല ജാതികളായവർ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും. അവിടുത്തെ അനുഭവം ഭയങ്കരമായിരുന്നു. പാമ്പ് കടിച്ച് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ചവരെ പോലും പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു മുറിവ് കഴുകി. അവരുടെ മുറിവ് വെള്ളം പ്രാർത്ഥിച്ച് ഞങ്ങൾ കൈകൊണ്ട് കഴുകിയിട്ടുണ്ട്. അങ്ങനെ കഴുകി സൗഖ്യം പ്രാപിക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ചില വർഷങ്ങൾ ഞങ്ങൾ ആ പ്രവർത്തനത്തോട് ബന്ധത്തിൽ അവിടെ ആയിരുന്നു. എന്നാൽ മറ്റൊരു പ്രവർത്തനം ആയതുകൊണ്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് 18 വർഷത്തോളമായി കുമിളിയിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ വയറ് ഇങ്ങനെ വീർക്കാൻ തുടങ്ങി. ഒരു 9 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ് പോലെ ഇങ്ങനെ വന്നു. ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഒരു മോനുമായിട്ട് പോയി ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ക്ഷമിച്ചു, ദൈവവും നിന്നോട് ക്ഷമിച്ചു, അതുകൊണ്ട് നീ യേശുവിനെ അറിയണം, യേശുവിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് യേശുവും വേണ്ട സുവിശേഷവും വേണ്ട, നിങ്ങളൊന്ന് പോയി തന്നാ മതി എന്ന് ഞങ്ങളോട് പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെടുവാനിടയായി. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആരാധന കഴിഞ്ഞു. 1:30 ബസ്സിന് ഞങ്ങൾ തിരിച്ച് മുണ്ടക്കയത്തേക്ക് എന്റെ വീട്ടിലേക്ക് പോരാനായിട്ട് പോന്നു. ഞങ്ങൾ 1:30 ബസ്സിന് കയറി പോന്നു. 4 മണി ആയപ്പോൾ ആ വീർത്ത് വന്ന വയറ് രണ്ടായിട്ട് പൊട്ടി പിളർന്ന ആ സഹോദരൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഞങ്ങൾ ഇത് അറിയുന്നില്ല. ഞങ്ങൾ നാട്ടിൽ വന്നു, വീട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ പോകുന്നത് വെള്ളിയാഴ്ചയാ. വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചെല്ലുമ്പോൾ ആ പ്രദേശത്തുള്ള മനുഷ്യനെല്ലാം ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുക. എന്താ? എന്നിട്ട് ഞാൻ അടുത്ത വീട്ടിൽ വെള്ളം എടുക്കാൻ ചെന്നപ്പോ ആ ചേച്ചി എന്നോട് ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, എന്താ ചേച്ചി? സിറ്റിമുട്ടം മരിച്ചു കഴിഞ്ഞ ഞായറാഴ്ച. യോ ഇല്ല, അറിഞ്ഞില്ല. നിങ്ങൾ അവനെ പ്രാർത്ഥിച്ചു കൊന്നതല്ലേ? ഞാൻ പറഞ്ഞു, അല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചവനെ കൊന്നില്ല, അവന് വേണ്ടി പ്രാർത്ഥിച്ചതേ ഉള്ളൂ. പക്ഷേ ഈ ദേശം അവൻ നശിപ്പിച്ചത് കൊണ്ട് ദൈവം അവനോട് ഇടപെട്ടതാ, ദൈവം ചെയ്താ, ഞങ്ങൾക്കറിയില്ല എന്ന് പറയാനായിട്ടിടെ. ഞാൻ പറഞ്ഞ ആ സംഭവവും ആ ദേശത്തിന് ഒരു ഒരു ഭയം വരുത്തുവാനായിട്ടിടയായിട്ടുണ്ട്. അവിടെയുള്ള ജനത്തിന് ഞങ്ങളോടുള്ള ബഹുമാനം വരാനായിട്ടിടയായി. പിന്നെ ഞങ്ങൾ കാണുന്ന കാഴ്ച, ഞങ്ങൾ സിറ്റിയിലേക്കൊക്കെ ഇങ്ങനെ നടന്നു ചെല്ലുന്ന സമയത്ത് ഹൗസ് വിസിറ്റിങ്ങിനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ സിറ്റിയില് ചായക്കടയുടെ തിണ്ണയിലൊക്കെ ഇരിക്കുന്ന പ്രായമുള്ള ചായമാരൊക്കെ ഞങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് മുണ്ട് അഴിച്ചിട്ട് വളരെ ബഹുമാനത്തോടെ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ട് വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ കണ്ണമ്പടിയിൽ നിന്നും കുമിളിയിലേക്ക് വരാനായിട്ടിടയായി. 18 വർഷത്തോളമായി കുമിളിയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് എന്ന് പറയുന്ന വിശാഖപട്ടണത്തുള്ള COTR ബൈബിൾ കോളേജിന്റെ ആ പ്രവർത്തനത്തിന്റെ കീഴിൽ ഇന്ന് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുമിളിയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് ഏകദേശം 25 കുടുംബം ദൈവം തന്നിട്ടുണ്ട്. 100-നോടടുത്ത് ജനങ്ങൾ, 85-90 പേരെയോളം ദൈവം ആരാധനയ്ക്കായി ഞങ്ങളുടെ കൂടെ തന്നു. വളരെ സന്തോഷത്തോടെ ഇന്ന് സഭയും ഞങ്ങളും ഒക്കെ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഇന്നലെ മുതൽ മീറ്റിംഗ് തുടങ്ങി. 36 മണിക്കൂർ ഇതുവരെ തീർന്നിട്ടില്ല. ഞാൻ അതിനിടയിലാണ് ഞാൻ എന്റെ അനുഭവ സാക്ഷ്യം പറയാനായിട്ട് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും ഒക്കെ നടക്കുന്നു. ദൈവം കുമിളി പട്ടണത്തിൽ ഒരു കൂട്ടം ജനത്തെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഒത്തിരി കർത്താവ് ഞങ്ങളെ മാനിച്ചു. ഒരുപാട് ഒത്തിരി കർത്താവ് ഞങ്ങളെ മാനിച്ചു. മക്കൾ, ഞാൻ പറഞ്ഞല്ലോ, മക്കൾ നല്ല നിലയിലായി തീരാൻ ദൈവം സഹായിച്ചു. ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവം നൽകി തന്നു. ഒത്തിരി കഷ്ടതയും പട്ടിണിയും. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യനോടും കൈനീട്ടത്തില്ലെന്ന് തീരുമാനമെടുത്തു. പട്ടിണി കിടന്നിട്ടും ചോദിച്ചില്ല, അപ്പനോടും ചോദിച്ചില്ല, അമ്മായിയപ്പനോടും ചോദിച്ചില്ല. പട്ടിണിയാണെന്ന് അവരോടും പറഞ്ഞില്ല. ഞങ്ങൾ തന്നെ പല കാര്യങ്ങളും എന്റെ പിതാവിനോട് ഇപ്പൊ പറയുമ്പോഴാണ് അറിയുന്നത്. പല നന്മകളും അനുഭവിക്കുമ്പോൾ എന്റെ പിതാവ് ഇങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. ഇന്ന് കൃപയാൽ എന്റെ പിതാവും വിശ്വാസത്തിലാണ് കർത്താവിനെ ആരാധിക്കുന്നു, എന്റെ മാതാവും പിതാവും. എന്റെ അനുഭവ സാക്ഷ്യങ്ങൾ പലതും പല സന്ദർഭഘട്ടങ്ങളിൽ പറയുമ്പോ എന്റെ പിതാവ് ചോദിക്കും, അന്നൊക്കെ നീ അതൊക്കെ അനുഭവിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞു, അതെ, അനുഭവിച്ചു. പക്ഷെ ഇത് നിങ്ങളോടല്ല പറയണ്ടേ, എനിക്ക് പറയാൻ ഒരാളുണ്ട്, ആ ആളോടാ പറഞ്ഞേ. അങ്ങനെ ഒത്തിരി ദൈവം മാനിച്ചു, ഒത്തിരി ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് സഭയും അപ്പനും അമ്മയും മക്കളും ഒക്കെ വളരെ ഹാപ്പിയായി ഇങ്ങനെ പോകുന്ന ഒരു സമയമായിരുന്നു. 2023 ജൂലൈ മാസം 15-ാം തീയതി. ജൂൺ മാസത്തിൽ ഞാൻ മഹാരാഷ്ട്രയിൽ ഒരു മിഷൻ ട്രിപ്പിനോടുള്ള ബന്ധത്തിൽ കടന്നുപോയി. ഞാൻ
ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തോട് ചേർന്ന് സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷീല ദാസ് ആണ് ആ കൂട്ടായ്മ നടത്തുന്നത്. ആ കർത്താവിന്റെ ദാസിയോട് ചേർന്ന് ഇന്ന് അതിന്റെ നാഷണൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അങ്ങനെ ആ പ്രവർത്തനവുമായി ചേർന്ന് ഇപ്പൊ നിൽക്കാൻ തുടങ്ങിയിട്ട് 6 വർഷത്തോളമായി. വളരെ സന്തോഷമായിട്ട് ആ പ്രവർത്തനത്തിനോടുള്ള ബന്ധത്തിലാണ് പലപ്പോഴും മിഷൻ ട്രിപ്പുകൾ വെക്കാറുള്ളത്. കർത്താവ് അനുവദിച്ചാൽ ഇപ്പൊ ഏപ്രിൽ മാസം പകുതിയിൽ ഞങ്ങൾ ബീഹാറിൽ ഒരാഴ്ചത്തെ ട്രിപ്പിന് വേണ്ടി കടന്നു വരുന്നു. മഹാരാഷ്ട്രയിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാൻ ഇടയായി. കർണാടകയിൽ പോകാൻ ഇടയായി. അതുപോലെ തന്നെ പൂനെയിൽ കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആന്ധ്രയ്ക്ക് പോകാൻ ദൈവം ഇടയാക്കി. അങ്ങനെ പല സ്റ്റേറ്റുകളിൽ കടന്നു പോകാൻ ദൈവം സഹായിച്ചു. കേരളത്തിന്റെ 14 ജില്ലകളിലും യാത്ര ചെയ്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഭാഗ്യം തന്നു. ഇന്നും കർത്താവ് വളരെ ശക്തമായി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ 52 വയസ്സായി. ജനിച്ചു വളർന്നത് പെന്തക്കോസിലാണ്. പക്ഷേ എന്റെ 50ാമത്തെ വയസ്സിലാണ് യേശുവപ്പന്റെ സ്നേഹം ശരിക്കും എന്റെ കർത്താവ് ആരാണെന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് രുചിച്ചറിയാൻ പറ്റിയത് എന്റെ 50ാമത്തെ വയസ്സിലാ. സംഗീതക്കാരൻ പറയുന്നല്ലോ, ഹോവ നല്ലവനെന്ന് രുചിച്ചറിവൻ. രുചിക്കുമ്പോ ഇച്ചിരി പ്രയാസം. കാരണം രുചി ടേസ്റ്റ് നന്നായി പിടിക്കണമെങ്കിൽ ശരിക്കും അത് ആസ്വദിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ കർത്താവിനെ ശരിക്കും ആസ്വദിക്കാൻ 2023 എന്റെ ദൈവം എനിക്കിടയാക്കി. അങ്ങനെ 2023 ജൂൺ മാസം മഹാരാഷ്ട്രയിലെ ട്രിപ്പ് കഴിഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. അതിനോടകം ഞങ്ങൾക്ക് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ ഒരു ഡോക്ടർ ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുത്ത സമയത്ത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, 45 വയസ്സ് കഴിയുന്ന സഹോദരിമാര്, നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ മുഴകളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിക്കണം എന്ന് ഇങ്ങനെ ക്ലാസ് എടുത്ത കൂട്ടത്തിൽ അതേ ആ സഹോദരി പറഞ്ഞു പോയതാ. ഇതെന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഞാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു. വളരെ ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കുന്നു. അതിനിടയ്ക്ക് മോന്റെ അടുക്കൽ ഗൾഫിൽ പോയി 4-5 മാസത്തോളം മോന്റെ കൂടെ അവിടെ താമസിക്കാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ അവിടുത്തെ ജീവിതവും സന്തോഷവും ഒക്കെ അനുഭവിച്ച് ഞാൻ പറഞ്ഞ എല്ലാ നിലയിലും ഭയങ്കര ഒരു ആനന്ദത്തിന്റെ നിമിഷങ്ങളായിരുന്നു, സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു. 2023 ജൂലൈ മാസം 15-ാം തീയതി ഞാൻ അതിന് ഒരാഴ്ച മുമ്പ് എന്റെ ശരീരത്തിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എന്റെ ബ്രസ്റ്റിൽ ഒരു മുഴ കാണപ്പെടാനായിട്ടിടയായി. ഞാൻ എന്റെ ദാസിനോട് പറഞ്ഞു, അപ്പൊ ഇങ്ങനെ ഒരു മുഴയുണ്ടല്ലോ, എന്താ ചെയ്യേണ്ടത്? അപ്പൊ എന്നോട് പറഞ്ഞു, സാരമില്ല, അതൊക്കെ സ്വാഭാവികമാ, അതൊക്കെ പൊക്കോളും എന്ന് പറയാനായിട്ടിടയായി. പിന്നെയും കുറച്ച് ദിവസങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നെയാ എന്നോട് ഇങ്ങനെ പറയാ, ഇല്ല, നോക്കണം, അറിയണം, ടെസ്റ്റ് ചെയ്യണം, ഇതെന്താന്ന് മനസ്സിലാക്കണം എന്നിങ്ങനെ എന്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ എന്റെ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, അപ്പൊ എനിക്കൊന്ന് നോക്കണം. ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല, ഡോക്ടർ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓക്കെ, ഞാൻ ഹാപ്പിയാ. പക്ഷേ ഇതിരിക്കുന്നിടത്തോളം സമയം എന്റെ ഉള്ളിൽ ഇങ്ങനെ ഭയം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതെനിക്കൊന്ന് അറിയണമെന്ന് പറഞ്ഞു. ശരി, ഒരുങ്ങാൻ പറഞ്ഞു. ആ സമയം തന്നെ ഒരുങ്ങി വാഹനം എടുത്തു. കർത്താവിന്റെ ദാസനും ഞാനും കൂടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് ഒരു കന്യാസ്ത്രീയാണ് അവിടുത്തെ ഡോക്ടർ. ഞാൻ അവരെ കണ്ടു, സംസാരിച്ചു. ഇവരെന്റെ ശരീരത്തിലേക്ക് വന്നിങ്ങനെ തൊട്ടിട്ട് എന്നോട് പറഞ്ഞു, ഇത് കളയാനുള്ള ഡോക്ടർ ഇവിടെ ഇല്ല, ഇതിന് നിങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലോ അല്ലെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാം എന്ന് തീരുമാനിച്ച് വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ എന്റെ മോനെ പപ്പ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, മമ്മിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, ഡോക്ടർ ഇങ്ങനെയാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നാളെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മോന് പറഞ്ഞു, അവന്റെ 19ാമത്തെ വയസ്സിൽ അവൻ ജോലിക്ക് കയറി, പഠിച്ചിറങ്ങി ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ പാസ്സായി TCSന്റെ കമ്പനിയിൽ 19ാമത്തെ വയസ്സിൽ എന്റെ മോൻ ജോലിക്ക് കയറി. അങ്ങനെ TCSന്റെ വർക്കായിരുന്നു അബുദാബിയിൽ ADIB ബാങ്ക് എന്ന് പറയുന്ന അബുദാബി ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിലെ ജോലി. എന്നാൽ ഇവന്റെ പെർഫോമൻസും ഇവന്റെ ആ വർക്കും ഒക്കെ കണ്ടിട്ട് TCS ആ പ്രൊജക്ട് ഉപേക്ഷിച്ചപ്പോൾ ആ ബാങ്ക് അവനെ ഏറ്റെടുക്കാനായിട്ട് ഇടയായി. ആ ബാങ്ക് പറഞ്ഞു, റിനു ഇവിടെ ജോലി ചെയ്താൽ മതി. എന്റെ മോന്റെ പേര് റിനുമോൻ എന്നാണ്, മോളുടെ പേര് റിന്റുമോൾ എന്നാണ്. എന്റെ മോന്റെ വൈഫിന്റെ പേര്, മോളുടെ പേര് ഞാൻ മരുമോൾ എന്ന് പറയാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല, അവൾ എന്റെ മോളാ. അങ്ങനെയാണ് ഞാനും അവളുമായിട്ടുള്ള ബന്ധം. അപ്പൊ എന്റെ മോള് പറഞ്ഞു, അവളുടെ പേര് ആര്യമോൾ എന്നാണ്. അവൾ ഒറ്റ മോളാണ്, ഹൈന്ദവ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന കുഞ്ഞ. ആ മോള് അങ്ങനെ ആയിരിക്കുന്ന എന്റെ ഇളയ മോൻ റിജോ മോൻ എന്ന് പറയും. അപ്പൊ കുഞ്ഞുങ്ങൾ ഇങ്ങനെ, എന്റെ മോൻ പറഞ്ഞു, ഉപ്പ അമ്മയെ അങ്ങനെ
മെഡിക്കൽ കോളേജിലൊന്നും കൊണ്ടുപോകണ്ട. ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ, എന്റെ മമ്മിയെ കാണിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഏതാണോ അവിടെ എന്റെ മമ്മിയെ കൊണ്ടുപോകണം. പപ്പ ഇന്ന് രാത്രി ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുക നല്ല ഹോസ്പിറ്റൽ ഏതാണ്, അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് കുമളിയിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അത് ചർച്ചിന്റെ തന്നെ വകയിൽ അവരെടുത്ത് തന്നിരിക്കുന്ന ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ കെട്ടിടത്തിന്റെ ഓണർ, ആ മോള് തിരുവല്ല ബിൽവേഴ്സ് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറാണ്. പെട്ടെന്ന് ഞാൻ ആ രാത്രിയിൽ മോളെ വിളിച്ചു. മോളെ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ആന്റി നാളെ രാവിലെ ഇങ്ങ് പോരെ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കർത്താവിന്റെ ദാസനും കൂടെ അന്ന് പിറ്റേ ദിവസം രാവിലെ വാഹനം എടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരുവല്ല ബിൽവേഴ്സിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ മോള് ഇങ്ങനെ ചീട്ട് എടുത്ത് വളരെ കാത്തി ഞങ്ങളെ നിൽക്കുക. ചെന്നപാടെ അവളുടെ ഒരു ഫ്രണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഏറ്റവും നല്ല നിലയിൽ ചികിത്സിക്കുന്ന അരുണിമ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അരുണിമ പൗലോസ്. ആ ഡോക്ടർ അടുക്കിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നു, ഞാൻ കയറ്റിക്കടത്തി. ഇങ്ങനെ എന്നെ നോക്കി വെച്ച് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒരു സുവിശേഷകനാണെന്ന് ആ ഡോക്ടർക്ക് മനസ്സിലായി. അച്ഛനോട് പറഞ്ഞു, പാസ്റ്റർ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, ഇത് ഞങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം, ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട്, അതുകൊണ്ട് ഇത് എത്രയും വേഗം ടെസ്റ്റിന് വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ചെയ്തോ, കുഴപ്പമില്ല, എന്ത് ടെസ്റ്റും നിങ്ങൾക്ക് ചെയ്യാം, ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എന്റെ ശരീരത്തിൽ അവര് ബയോപ്സിക്കുള്ള ഇതെടുക്കാനായിട്ട് ഇടയായി. ബയോപ്സി എടുത്തു. അതിനുശേഷം മാമോഗ്രാഫിക്ക് അയച്ചു. പല ചെക്കപ്പോൾ, ബ്ലഡ് ടെസ്റ്റുകൾ, യൂറിൻ ടെസ്റ്റുകൾ ഒക്കെ ഒത്തിരി നടത്തി. അവസാനം അവര് പെറ്റ് സ്കാൻ എന്ന് പറയുന്ന ഒരു സ്കാൻ, ശരീരം മുഴുവനും ഒരു മെഷീനകത്തൂടെ കടത്തി വിട്ടിട്ട് മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ ക്യാൻസറിന്റെ അംശമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ആ ടെസ്റ്റും കൂടെ അവരെടുക്കാനിടയായി. ഈ ടെസ്റ്റ് എല്ലാം എടുത്തപ്പോൾ അവർക്ക് കിട്ടിയ റിസൾട്ട്, ഞാൻ ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജ് കഴിഞ്ഞു എന്നുള്ള റിസൾട്ടാണ് എനിക്ക് ആ റിസൾട്ട് കാണപ്പെടാനിടയായി. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്റെ ശരീരത്തിന് എനിക്കൊരു ക്ഷീണമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല, എവിടെ വേണേലും ഞാൻ ഓടിപ്പോകും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടുകളൊക്കെ ഇടുക്കി ജില്ലയാണല്ലോ, അറിയാമല്ലോ. നമുക്ക് വാഹനമൊക്കെ മുറ്റത്ത് ചെല്ലുന്ന വീടുകളൊക്കെ അപൂർവമാണ്. എന്നാൽ പല വീടുകളും ഒത്തിരി കിലോമീറ്ററുകൾ കയറി ഒത്തിരി മല കയറി പോകേണ്ട വീടുകളുണ്ട്. ആ വീടുകളിലൊക്കെ പോയി വിസിറ്റിംഗ് ചെയ്ത് പ്രാർത്ഥിക്കാറുമുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു. റിസൾട്ട് വരാൻ ഇനി ഒരാഴ്ചയുണ്ട്, നോക്കിയിരിക്കാന്ന് പറഞ്ഞു. റിസൾട്ട് വരുന്ന ആ സമയത്തും ഞാൻ ഓടി ഇതെല്ലാം കൊടുത്തിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നു. എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. ഞാൻ കരഞ്ഞു. എൻ്റെ അമ്മ ചോദിച്ചു, എന്താ മോനെ? ഞാൻ പറഞ്ഞു, അമ്മേ, എന്നെ ഇങ്ങനെയാണ് അവർ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്, റിസൾട്ട് വരുമ്പോ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എൻ്റെ അമ്മ പറഞ്ഞു, മോൻ വിഷമിക്കാതെ, അങ്ങനൊന്നും മോന് വരത്തില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞ് എന്നെയും കർത്താവിന്റെ ദാസനെയും യാത്ര അയച്ചു. അവിടുന്ന് ഞങ്ങൾ വീട്ടിൽ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മോള് അച്ഛനെ വിളിക്കുക. അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററേ, നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ അനുമോൾ ആന്റി, ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജ് കഴിഞ്ഞല്ലോ, എന്താ ചെയ്യേണ്ടത്? എത്രയും വേഗം നാളെ രാവിലെ ഹോസ്പിറ്റലിൽ എത്തണം. പിറ്റേ ദിവസം രാവിലെ പിന്നത്തെ അവസ്ഥയൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങള് എങ്ങനെ രണ്ടുപേരും കൂടെ പോയി എന്നൊന്നും ഞങ്ങളോട് ചോദിച്ചാൽ ഇന്ന് പറയാൻ ഞങ്ങൾക്ക് അറിയില്ല. കർത്താവ് ഞങ്ങളെ കൊണ്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കടന്നു ചെന്നു. റിസൾട്ട് കൈപ്പറ്റി. പെട്ടെന്ന് മോനോട് പറഞ്ഞു, ഇന്ന പോലെ മക്കളെ കാര്യങ്ങൾ. അന്ന് രാത്രി തന്നെ മോനെ വിളിച്ച് വിവരങ്ങൾ അറിഞ്ഞു. അന്ന് രാത്രി തന്നെ എൻ്റെ മോന്റെ കൂടെ അവിടെ ജോലിക്ക് വേണ്ടി കടന്നുപോയി. അവള് പറഞ്ഞു, എനിക്ക് ജോലിയും വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്നെ എത്രയും വേഗം ഫ്ലൈറ്റ് കയറ്റി എന്നെ വിടണം, എൻ്റെ മമ്മിയെ പോയി എനിക്ക് നോക്കണം എന്ന് പറഞ്ഞ ആ രാത്രി തന്നെ അവള് ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി വന്നു. അവൾ എന്നെ കാണാൻ, എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ, എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവൾ ഓടി വന്നു. അവൾ എന്നെ നോക്കി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയായി ഹോസ്പിറ്റലിലുള്ള പോക്ക്. പിന്നീടുള്ള ട്രീറ്റ്മെന്റുകൾ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, 16 കീമോ എടുക്കണം ഈ ശരീരത്തിൽ, റേഡിയേഷൻ എടുക്കണം, ഓപ്പറേഷൻ ചെയ്ത് റിമൂവ് ചെയ്യണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ഞങ്ങളോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് മാസം 2023 ഓഗസ്റ്റ് മാസം 1-ാം തീയതി എൻ്റെ ശരീരത്തിൽ 1ാമത്തെ കീമോ കയറാനായിട്ട് ഇടയായി. 1ാമത്തെ കീമോ കയറി. കുറെ 5-6 കീമോ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആരാധനയ്ക്ക് പോകാനൊക്കത്തില്ല. ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നത്. എൻ്റെ കൊച്ചുമോൻ എനിക്ക് കൂട്ടിരിക്കും. മോള് ആരാധനയ്ക്കായിട്ട് പോകും.
ഞാനിങ്ങനെ വീട്ടിലിരുന്നിട്ട് എൻ്റെ തിണ്ണയിൽ ഇറങ്ങിയിരുന്ന് അവിടെ ഇറങ്ങിയിരുന്ന് സിറ്റൗട്ടിൽ ഇറങ്ങിയിരുന്നിട്ട് എനിക്ക് ഒത്തിരി മുടിയുണ്ട്. എൻ്റെ ഈ താഴെ വരെ എനിക്ക് മുടിയുണ്ട്. ഞാൻ ഈ മുടി ഇങ്ങനെ ചെകഞ്ഞ് പകഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ട് ഈ മുടി ഇങ്ങനെ ചട കളയാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നിങ്ങനെ വലിക്കാൻ തുടങ്ങി. ഞാൻ വലിച്ചപ്പോ എന്റെ കയ്യിൽ ഒരു കെട്ട് മുടി എന്റെ കൈ കിട്ടി. ഞാൻ വലിയ വായിലിരുന്ന് കരയാൻ തുടങ്ങി. എന്റെ മുടി മുഴുവൻ പോയപ്പോ എന്റെ സകല കൺട്രോളും പോയി. ഞാൻ വലിയ വായിൽ കരഞ്ഞു. അപ്പൊ എന്റെ മോൻ എന്നോട് പറഞ്ഞു, മമ്മി കരയാതെ എന്ന് പറഞ്ഞ് എന്നെ അകത്തേക്ക് പിടിച്ചോണ്ട് വന്ന് കിടത്തി. എന്റെ മൂത്ത മോനെ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി വല്ലാതെ കരയുക. എന്നെ മോൻ ചോദിച്ചു, എന്താ അമ്മി? മുടി പോയി മക്കളെ എന്ന് പറഞ്ഞു. പക്ഷെ ആ അനുഭവമൊക്കെ ഇന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് ഓർക്കുമ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ തോന്നാറുണ്ട്. പക്ഷെ എന്റെ ശരീരത്തിലെ സകല രോമങ്ങളും പൊടിഞ്ഞു പോയി. എന്നെ ഒരു ബാർബർ ഷോപ്പിനകത്ത് കയറ്റി ഇരുത്തി. കാരണം പിന്നീടുള്ള മുടികൾ ഇങ്ങനെ നിൽക്കുന്നല്ലോ, ഇത് വടിച്ചു കളയാതെ പറ്റത്തില്ല. എന്നെ ഒരു ബാർബർ ഷോപ്പിലേക്ക് കയറ്റി എന്നെ ഇരുത്തിയിട്ട് പപ്പായും മോളും കൂടെ എന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് എന്റെ മുടി ഇങ്ങനെ വടിക്കുക ബാർബർ ഷോപ്പിൽ. എന്റെ മോളെ ചില നിമിഷം കഴിഞ്ഞപ്പോൾ എന്റെ മോളെ കാണാനില്ല. ഞാൻ പറഞ്ഞു, അപ്പൊ മോൾ എന്ത് ചെയ്യ നോക്കിയേ എന്ന് പറഞ്ഞോടനെ പപ്പ ഇറങ്ങി ചെല്ലുമ്പോൾ അടുത്ത മുറിയിൽ നിന്ന് അവൾ ഏങ്ങി ഏങ്ങി കരയുക. എന്റെ മമ്മിയുടെ മുടി മുഴുവൻ പോയപ്പാ, എന്റെ മമ്മിയുടെ സൗന്ദര്യം മുഴുവൻ എന്റെ മുടിയിലായിരുന്നു. പപ്പ എന്റെ മമ്മിയുടെ മുടി പോയെന്ന് പറഞ്ഞ വലിയ വായിൽ കരയുന്ന കാണാനായിട്ടിടയായി. ദൈവം അവളെ പപ്പ അവളെ ആശ്വസിപ്പിച്ചു. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നീട് നോക്കുമ്പോൾ മുടി മുഴുവനും പോയി, ഒരു വികൃത രൂപമായി. പിന്നെ ചില ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ എന്റെ നഖത്തിന്റെ എന്റെ വിരലുകളുടെ ഈ നഖം മുഴുവനും കരിക്കട്ട പോലെ കറക്കാൻ തുടങ്ങി. കറുത്ത് കരിക്കട്ട, ഒരു കരിക്കഷ്ണം എങ്ങനെയാണോ ആ നിലയിൽ എന്റെ നഖം മുഴുവനും കറുത്തു. എന്റെ കാലിന്റെ നഖം കറുത്തു. എന്റെ മുഖം കറുത്തു. ഞാൻ ആളല്ല എന്നുള്ളൊരു രൂപത്തിലായി. എന്നെ കണ്ടാൽ ഒരു മനുഷ്യൻ തിരിച്ചറിയാത്ത രൂപത്തിലായി. ഞാൻ വല്ലാത്ത ഒരു വികൃത രൂപമായി തീർന്നു. ആ സമയത്ത് ഞാൻ വളരെ നിരാശപ്പെട്ട് കടലിൽ കിടന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞു, ഒത്തിരി കരഞ്ഞു. ദൈവത്തോട് ചോദിച്ചു, എന്തിനാപ്പാ ഇത് തന്നത്? എടുത്താ പോരായിരുന്നോ എന്നൊക്കെ ദൈവത്തോട് ചോദിച്ചു. പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഒത്തിരിയൊക്കെ പിറുവിറുത്തില്ലെന്നൊന്നും ഞാൻ പറയില്ല, അത് കള്ളവാകും. കർത്താവിന്റെ സന്നിധി കള്ളവാകുമല്ലോ. പിറുവിറുത്തു കേട്ടോ, ഒത്തിരി പിറുവിറുത്തു. എന്തിനാ ഈ രോഗം തന്നെ? കാരണം ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം ഞാനൊക്കെ കേട്ടിരിക്കുന്നത്, അതുവരെ കേട്ടിരിക്കുന്നത് ഇത് വന്നാൽ പിന്നെ ആളില്ലെന്നുള്ളത്, തീർന്നു, ക്യാൻസറോടുകൂടി ആള് തീർന്നു എന്നുള്ളതാണ് കേട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു അനുഭവത്തിൽ എന്നെ ആക്കിയോ, എന്റെ ഏത് പാവോ, എന്റെ ഏത് കുറവാ, എന്റെ ഏത് ബലഹീനതയാ എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത് എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പിന്റെ ഒരു പ്രവർത്തനത്തിൽ ഞാൻ ഉണ്ടെന്ന്. എന്റെ മാതാവിനോട് പറയാൻ എനിക്ക് മടിയാ. കാരണം എനിക്കറിയാം ഇത് താങ്ങത്തില്ലെന്ന്. എന്റെ കൂട്ടുവിശ്വാസികളോട് പറയാൻ എനിക്ക് കഴിയില്ല. അപ്പൊ ഞാൻ ഈ കീമോ എടുക്കുമ്പോഴും ഇവരറിയാതെ ഞാനാണ് ചർച്ചിൽ വർഷിപ്പ് ചെയ്യാറുള്ളത്. ഞാനാണ് വർഷിപ്പ് ഇപ്പോഴും ചെയ്യുന്നത്. ആ വർഷിപ്പിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് വർഷിപ്പ് ചെയ്യുമ്പോഴും ഞാൻ കരയും. കാരണം ഇവരോട് ഞാൻ പറയുന്നില്ലല്ലോ, രണ്ടാമത്തെ കീമോ ഒക്കെ എടുത്തിട്ടാ വരുന്നത്. അപ്പൊ ഒന്നും മുടി പൊഴിയത്തില്ല, ആളുടെ രൂപവും മാറത്തില്ല. അങ്ങനെ വന്ന് 3 ആഴ്ച ഞാൻ ഇവരെ മറച്ചു വെച്ചു. 3-ാമത്തെ ആഴ്ച എന്റെ മൂത്ത മോൻ എന്നോട് പറഞ്ഞു, മമ്മിയുടെ ദൈവമക്കളോട് ഇത് പറയണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികം എന്റെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരായിരിക്കും. അവരുടെ പ്രാർത്ഥന മമ്മി ദൈവം കേൾക്കുന്നത്. അതുകൊണ്ട് മമ്മി ഇത് പറയണം. അങ്ങനെ ഞാൻ ചർച്ചിൽ പറഞ്ഞു. അന്നത്തെ ദിവസം ഒരു മരണ വീട് പോലെ ഞങ്ങളുടെ ചർച്ചായി. എന്റെ വിശ്വാസികൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടം, ഒത്തിരി സ്നേഹമാണ്. പലരും എന്നെ മമ്മി എന്നാ വിളിക്കുന്നത്, മക്കളെ വിളിക്കുന്നതായിട്ട് മമ്മി എന്നാ വിളിക്കാറുള്ളത്. അവരൊത്തിരി കരഞ്ഞു, ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. അതുപോലെ ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനത്തിൽ ഞാൻ ഷീല ആന്റിയെ വിളിച്ചു. ആന്റി, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി കൂടെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കർത്താവിന്റെ ദാസിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ഒത്തിരി കരയാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്റെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ ആന്റിയുടെ ഒരു വോയിസ് കിടക്കുക. എന്താന്നോർത്ത് നോക്കി ഞാൻ ഇങ്ങനെ എടുത്ത് അത് ഓൺ ചെയ്തപ്പോൾ ആന്റി പറയുന്ന വാക്കിതാണ്, ഒരു കഴുകൻ തന്റെ പറക്കാൻ പറ്റാത്ത സമയം വരുമ്പോൾ അത് പാറയുടെ പിളർപ്പിനകത്തേക്ക് കയറിയിരിക്കും. അവിടെ ഇരുന്ന് തന്റെ തൂവലുകൾ മുഴുവൻ അത് വലിച്ചു പറിക്കും. പാറയിൽ ഒരച്ച് തന്റെ രോമക്കുത്തുകൾ മുഴുവനും അത് ബ്ലഡ് വരുന്ന നിലയിൽ ഒരയ്ക്കും. അങ്ങനെ ആ ഒരു അനുഭവത്തിൽ ചില ദിവസങ്ങൾ പാറയ്ക്കകത്തിരുന്നിട്ട് പിന്നീട് അതിന് പുതിയ തൂവലുകൾ വെച്ച് വളരെ പഴയതിനേക്കാൾ ഉയരത്തിൽ അതിന് പറക്കാൻ പറ്റും.
അതുകൊണ്ട് അങ്ങനെ ഒരു പറക്കലിന് വേണ്ടിയിട്ടാ കർത്താവിന്റെ ദാസിയെ ദൈവം നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അധൈര്യപ്പെടരുത്, ധൈര്യത്തോടെ മുന്നേറ്, ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും എന്ന് വാക്ക് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിടാനായിട്ടിടയായി. ഞാനത് കേട്ടു. അന്ന് തന്നെ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി ഇനി ഞാനൊന്ന് റിക്കവറായി എഴുന്നേക്കുന്നത് വരെയും എനിക്ക് ഈ മെസ്സേജും ഈ പ്രാർത്ഥനയും എനിക്ക് ആവശ്യമാണ്. അങ്ങനെ ഓരോ ദിവസവും അവർക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞല്ലോ 700 പേരുള്ള ഒരു പ്രവർത്തനമാണ് ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. പ്രഭാതത്തിൽ 5 മണിക്ക് പ്രാർത്ഥിച്ചാരംഭിക്കും. രാത്രി 11 മണി വരെയാണ് പ്രാർത്ഥനകൾ നടക്കുന്നത്. ആ സമയങ്ങളിലെല്ലാം എൻ്റെ സഹോദരിമാര് വലിയ വായിൽ കരഞ്ഞിട്ട് ഞങ്ങളുടെ അനിമോളാന്റിയെ പുറത്തു കൊണ്ടുവരണമേ, ഞങ്ങളുടെ അനിമോളാന്റിയെ പുറത്തു കൊണ്ടുവരണമേ എന്ന് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദങ്ങളായിരുന്നു. എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ 2024 മാർച്ച് മാസം കൊണ്ട് എൻ്റെ ട്രീറ്റ്മെന്റ് മുഴുവൻ കംപ്ലീറ്റ് ആയി. ഇതിനോടകം ഒരു സംഭവം നടന്നു. 23 ഡിസംബർ 15-ാം തീയതിയാണ് എൻ്റെ ലാസ്റ്റ് കീമോ എടുക്കേണ്ട ദിവസം. ഡിസംബർ മാസം 5-ാം തീയതി ഞാൻ പറഞ്ഞു എൻ്റെ ഇളയ മോനുണ്ട്, ഇന്നിപ്പോ എന്നോട് കൂടെ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് തരാൻ അവനാണ് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. ആ മോൻ കുമിളി ടൗണിലേക്ക് ഇറങ്ങി, ഇവിടെ സ്കൂളിലെ വാർഷികം കൂടി. അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് വാഹനം ഓടിച്ച് തനി വരുന്ന സമയത്ത് ഒരു സഹോദരൻ, ഒരു മോൻ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്തുള്ള ഒരു മോനും കൂട്ടുകാരനും കൂടെ മോൻ വരുന്ന വാഹനത്തിന്റെ സൈഡിലേക്ക് അവൻ വാഹനം തിരിക്കാൻ വേണ്ടി ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇവന്റെ വാഹനം ചെന്ന് അതിൽ ഇടിച്ച് ഇവൻ തെറിച്ചു പോയി. ഈ മയിൽക്കുറ്റി, മയിൽ കണക്ക് എഴുതി വെക്കുന്ന മയിൽക്കുറ്റിയെ പോയി അവന്റെ തലയടിച്ചു. കുഞ്ഞ് വീണു. ഞങ്ങൾ ഇതറിയുന്നില്ല. ഞാൻ ഒരു 9:30 ആയപ്പോ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു, മമ്മി ഞാൻ ഇപ്പൊ എത്തും. ഞാൻ വയ്യാതിരിക്കുന്നതുകൊണ്ട് ഫോൺ വിളിച്ചാൽ ആ സെക്കൻഡിൽ ഫോൺ എടുക്കും. എടുത്തിട്ട് പറഞ്ഞു, മമ്മി ഞാൻ ഇപ്പൊ എത്തും, 10 മിനിറ്റിനുള്ളിൽ ഞാൻ വീട്ടിലെത്തും മമ്മി എന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ എത്തുമല്ലോ എന്നോർത്ത് ഞാൻ കിടന്ന് അങ്ങ് ഉറങ്ങി. ഒരു 12 മണി ആയപ്പോൾ എന്റെ മോൾ എന്നെ വന്ന് വിളിച്ചോണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, അവള് വിളിക്കുന്ന അമ്മു എന്നാ വിളിക്കുന്നത്, അമ്മു ഇവിടെ കിടന്നു, ഞാനിപ്പോ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ വരെ പോട്ടെ. ഞാൻ ചോദിച്ചു എന്താ മോളെ? ടോമിന്റെ ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ട്, അവനെ പോയി ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞില്ല, ഞാനും വരാം, വാഹനം ഉണ്ടല്ലോ, ഞാൻ ഹോസ്പിറ്റലിൽ കയറുന്നില്ല, വാഹനത്തിൽ ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞ് ഞാനും മോളും പപ്പായും കൂടെ കൂടി വാഹനം എടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നു. ഞങ്ങൾ 3 കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആംബുലൻസ് റെഡിയാക്കിയിട്ടിരിക്കുക. ഇവൻ മിണ്ടുന്നില്ല, ഇവന്റെ തലയ്ക്കാണ് അടി കിട്ടിയിരിക്കുന്നത്. മയിൽക്കുറ്റിയെ ചെന്ന് തലയാണ് അടിച്ചിരിക്കുന്നത്, പൊട്ടിയിട്ടുണ്ട്. CT സ്കാൻ എടുത്തതിനകത്ത് ബ്ലഡിന്റെ ആ ബ്ലഡ് തലയ്ക്കകത്തൂടെ ഒഴുകുന്ന അനുഭവമാണെന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. ഇവൻ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. മോനേന്ന് ഞാൻ സാധാരണ എന്റെ ശബ്ദം കേട്ടാൽ ആ സെക്കൻഡിൽ ഉണരുന്ന കുഞ്ഞ് എന്നെ അടുത്ത് ചെന്ന് വെച്ച് വിളിച്ചു, മക്കളെ പൊന്നെ മമ്മി വന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചിട്ട് പോലും അനങ്ങുന്നില്ല. ആംബുലൻസ് കയറ്റി എൻ്റെ മോളും എൻ്റെ അനിയത്തിയുടെ മോനും കൂടെ കൂടി ആംബുലൻസിൽ കുഞ്ഞുമായിട്ട് മുമ്പേ പോയി. ഞാനും കർത്താവിന്റെ ദാസനും കൂടെ തൊട്ടു പുറകെ അദ്ദേഹം കാർ ഓടിച്ചു, ഞാൻ കൂടെ ഇരുന്നു. ആ അനുഭവമൊക്കെ എങ്ങനെയാണെന്നൊന്നും പറയാൻ അറിയില്ല. മുണ്ടക്കയം വരെ ഞങ്ങൾ ഓടിച്ചു എന്നുള്ളത് കറക്റ്റാ. മുണ്ടക്കയത്ത് ചെല്ലുമ്പോൾ ജസ്റ്റ് എൻ്റെ മോൻ റെഡിയായി നിൽക്കുക. എൻ്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, സജു അളിയൻ അവിടെ നിൽക്കണം, പപ്പ വാഹനം ഓടിച്ചാ വരുന്നേ. പറ്റത്തില്ലായിരിക്കും, പക്ഷെ ദൈവം കൊണ്ടുവരും മകളെ, അളിയ ഇനി അളിയൻ പോയി മമ്മിയും പപ്പായും കൂട്ടാൻ സമയമില്ല, അതുകൊണ്ട് അവര് വരട്ടെ, അളിയൻ നോക്കി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ മുണ്ടക്കയത്ത് ചെല്ലുമ്പോൾ മോൻ നോക്കി നിന്നു. വാഹനം പിന്നെ അവൻ ഓടിച്ച് ആശുപത്രി കൊണ്ടുവന്നു. മുണ്ടക്കയത്തിന് ഞങ്ങൾ എത്തുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് ഇവരെത്തി. പക്ഷേ മുണ്ടക്കയമായ പൂക്കാലത്തിനോട് അടുക്കുമ്പോൾ എൻ്റെ മോൻ ഛർദ്ദിക്കാൻ തുടങ്ങി. ആംബുലൻസിൽ ഛർദ്ദിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞ് ഛർദ്ദിക്കരുതെന്ന് പറഞ്ഞാണ് വിട്ടത്, പക്ഷെ ഛർദ്ദിക്കാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് പെട്ടെന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഓക്സിജനുള്ള എയർ ആംബുലൻസ് വിളിച്ച് അതിലേക്ക് മാറ്റി അവിടുന്ന് തിരുവല്ല ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഞാനും പപ്പായും ചെല്ലുമ്പോൾ ICU-നകത്താ, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ ഞാൻ കയറി കണ്ട് ഞാൻ കരഞ്ഞു, അതിനകത്ത് നിന്നു. അപ്പോഴാണ് എന്നെ നോക്കുന്ന ഡോക്ടർ എബ്രഹാം സാമുവൽ. ഡോക്ടർ വരുമ്പോൾ ഞാൻ ഈ ICU-നകത്ത് നിൽക്കുക. ഇവിടെ ചോദിച്ചു എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു എൻ്റെ മോനായി കിടക്കുന്നത്. പക്ഷെ അവരെല്ലാ സഹായങ്ങളും എനിക്ക് അവിടെ ചെയ്തു തന്നു എന്നുള്ളതാ. എൻ്റെ മോനെ നന്നായി നോക്കി. അതുപോലെ തന്നെ ഈ കൂട്ടായ്മ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. 3:30 ആയപ്പോ പപ്പ കയറിയിട്ട് എന്നോട് വന്നിച്ച് പറഞ്ഞു, അനിമോളെ നോക്കണ്ട, അവൻ ഛർദ്ദിക്കുക എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു, ഇല്ലപ്പാ, കർത്താവ് തന്നതാ, നമുക്ക് തരും. യേശുപ്പച്ചൻ തന്നതാ, നമുക്ക് തരും. കർത്താവിന്റെ വേലയ്ക്കുള്ളവനാ, തരും. ഞാൻ അപ്പനോട് ചോദിച്ച് മേടിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഒരു 11 മണിയായപ്പോൾ ഡോക്ടർ പറഞ്ഞു, ICU-നകത്തുനിന്ന് പുറത്തിറക്കിയേക്കാൻ പറഞ്ഞു. അങ്ങനെ ദൈവം ICU-നകത്ത് നിന്ന് എന്റെ മോനെ പുറത്തിറക്കി. ഇന്ന് ആരോഗ്യവാനായിട്ട് പഠനം പൂർത്തീകരിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് കാലുവെക്കാൻ ധൈര്യത്തോടെ ആയിട്ട് നിൽക്കുകയാ. ഞാൻ പറഞ്ഞ ശോധനകൾ ഒത്തിരി ജീവിതത്തിൽ കടന്നു, വേദനകൾ ഒത്തിരി ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ഇതിനകത്തൊന്നും ദൈവം തകർത്തില്ലെന്നുള്ളതാ. ആമേ, ഇതിനകത്തൊന്നും തീർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ലെന്നുള്ളതാ. അങ്ങനെ ഡിസംബർ മാസം 15-ാം തീയതി എന്റെ 16-ാമത്തെ കീമോയും എടുത്തു കഴിഞ്ഞു. അവിടുന്ന് ജനുവരി മാസം 6-ാം തീയതി എന്റെ ഓപ്പറേഷൻ ചെയ്ത് എന്റെ ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അതിനുശേഷം മാർച്ച് മാസത്തോടുകൂടി എന്റെ 15 റേഡിയേഷൻ എന്റെ ശരീരത്തിൽ എടുത്തു. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഇടയ്ക്കൊക്കെ ഇച്ചിരി വെള്ളം കുടിക്കാൻ. എനിക്ക് ഇച്ചിരി വെള്ളം ഇടയ്ക്ക് വേണം. കാരണം ഈ ശരീരത്തിൽ ഒത്തിരി ട്രീറ്റ്മെന്റുകളിലൂടെ കടന്നുപോയതുമായ ഒരു ശരീരമായതുകൊണ്ട് എന്റെ തൊണ്ട എപ്പോഴും ഉണങ്ങിപ്പോകാറുണ്ട്. വർഷിപ്പിനൊക്കെ നിൽക്കുമ്പോൾ ഒരു കുപ്പി 1.5 കുപ്പി വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. അങ്ങനെയാണ് ആ ശുശ്രൂഷകൾ ചെയ്യാറുള്ളത്. അങ്ങനെ എന്റെ ദൈവം എന്നെ 2024 മാർച്ച് മാസം 25-ാം തീയതി എന്റെ ട്രീറ്റ്മെന്റ് മുഴുവനും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായി വെളിയിലേക്ക് ഇറങ്ങാൻ ദൈവം സഹായിച്ചു. ഇന്ന് 2 വർഷത്തോളം, മാർച്ച് മാസം വരുമ്പോൾ 2 വർഷമാകും. ഇന്ന് വരെയും ഒരു ഉറക്ക ഗുളികയുടെ വലിപ്പത്തിലുള്ള ഒരു ഗുളിക പോലും കഴിക്കാൻ, ക്യാൻസറിന് വേണ്ടി കഴിക്കാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. എന്റെ ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ആയി ആരോഗ്യത്തോടെ ഞാൻ ആയിരിക്കുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിൽ എന്റെ ഡോക്ടറിനോട് എനിക്ക് 6 മാസം കൂടുമ്പോൾ ഫോളോ അപ്പിന് അയച്ചെല്ലണം. അങ്ങനെ ഞാൻ നവംബർ മാസത്തിൽ ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, എന്നെ അനിമോളെ എന്നാ വിളിക്കുന്നത്, അനിമോളെ, ഈ ബ്രസ്റ്റിന് ക്യാൻസർ വന്ന ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് അടുത്ത വരുന്നത് ഓവറിക്ക. അത് ഒന്ന് സാധാരണയുള്ള ഒരു ഓവറി നീക്കം ചെയ്ത് കളയും ഇതോടുകൂടെ. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യാത്തത് കൊണ്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യണം, ഓവറിയും കൂടെ നോക്കണം. അച്ഛൻ പറഞ്ഞു, ചെയ്തോ, എന്ത് ടെസ്റ്റ് വേണേലും നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഓവറി ചെക്ക് ചെയ്യുവാനായിട്ടിടയായി. ആ ഓവറി ചെക്ക് ചെയ്ത് റിസൾട്ട് എന്റെ ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ വരുമ്പോൾ ഞാൻ അടുത്ത് ചെന്ന്, എന്താ ഡോക്ടർ, എന്താണ് റിസൾട്ട് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, 50 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് എങ്ങനെ ഇരിക്കണോ ഒരു ഓവറി, അതുപോലെ ആരോഗ്യത്തോടെ ഉള്ള ഒരു ഓവറിയാന്ന് പറഞ്ഞു. പറഞ്ഞില്ലേ, എന്റെ കർത്താപ്പച്ച സൗഖ്യം ആക്കിയതാ. പിന്നെ അതിനകത്ത് പിന്നെ വേറൊരു പ്രശ്നം ഇല്ലെന്നുള്ളതാ. കാരണം സൗഖ്യമാക്കുന്നവൻ ദൈവമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ പറയട്ടെ, എന്റെ യേശു ഒരു പനി മാറ്റുന്ന ദൈവമല്ല, ഒരു ജലദോഷം മാറ്റുന്ന ദൈവമല്ല, ഒരു തലവേദന മാറ്റുന്ന ഒരു ദൈവമല്ല. ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിനകത്തു നിന്നും എന്നെ എന്റെ ദൈവത്തിന് പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്നെങ്കിൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, എന്റെ ദൈവം അതിശയങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു, കർത്താവിന്റെ വചനം പറഞ്ഞു, ഞാൻ രോഗിക്ക് നല്ല വൈദ്യനാണ്. ആ നല്ല വൈദ്യനായ കർത്താവ് എന്നെ സൗഖ്യമാക്കുവാനായിട്ടിടയായി. ഇന്ന് കർത്താവിന് വേണ്ടി ഒത്തിരി സ്ഥലങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ കർത്താവ് എനിക്ക് ഭാഗ്യം തരുന്നു. അനേക രോഗികൾക്ക് വേണ്ടി എന്റെ ആഗ്രഹം മുഴുവൻ, എന്നെ ഈ ചാനലിലൂടെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുള്ളൂ. ഭർത്താവ് മാനസാന്തരപ്പെട്ടില്ലേ, മദ്യപാനിയാണോ, നീ മുട്ടയിലിരിക്ക്, ദൈവം വിട്ടിരിക്കും, ദൈവം തിരിച്ചു തരും, മടക്കി തരും. ഇനി ഏതെങ്കിലും നിലയിൽ രോഗം വന്ന് പ്രയാസപ്പെട്ട് കിടക്കയിൽ നിരാശയുടെ വക്കിലാണോ, ഇന്ന് രാത്രി ഞാൻ പറയാം, കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്ക്, ദൈവ സൗഖ്യമാക്കും. എന്റെ യേശു വിടിവിക്കുന്ന ദൈവമാ, എന്റെ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാ. എനിക്ക് ഈ ചാനലിൽ ഇങ്ങനെ ഒരവസരം തന്നത് ഞാൻ എന്റെ ദൈവത്തിന് ഒത്തിരി നന്ദി പറയാറുണ്ട്. ഞാൻ അന്ന് മുതൽ പാസ്റ്ററെ നന്ദി പറയും. കാരണം ഞാൻ ആഗ്രഹിച്ചത് പവർ വിഷനിൽ പ്രസംഗിക്കാനാ, പവർ വിഷനിൽ എന്റെ സാക്ഷ്യം പങ്കുവെക്കാനാ. അവരെന്നോട് ഒരു ദിവസം പറഞ്ഞു, ഈ ക്യാൻസറിൽ നിന്ന് എന്റെ ബർത്ത്ഡേ 28-ാം തീയതി, ഫെബ്രുവരി 28-ാം തീയതിയാ. അന്ന് പവർ വിഷനിൽ നിന്ന് വിളിച്ചെന്നെ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഇതെന്റെ ഒരു പുതിയ ജന്മമാണ്, ഇതൊരു പുതിയ ജനന തീയതിയാണ്, എന്നെ ഈ അവസ്ഥയിൽ നിന്ന് ദൈവം വിടുവിച്ച് കൊണ്ടുവന്നതിന്റെ ആദ്യത്തെ ജന്മദിനമാണ് ഇന്ന്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, പവർ വിഷനിൽ പ്രസംഗി സാക്ഷ്യത്തിന് വിളിച്ചാ വരുവോ? ഞാൻ പറഞ്ഞു, ഓക്കെ വരാം.
പക്ഷെ ഇന്നുവരെ വിളിച്ചിട്ടില്ല കേട്ടോ, 2 വർഷമായി. പക്ഷെ എനിക്കറിയാം എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയത് ഇതായിരുന്നു. ഞാനിതിൽ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ മോനോട്, പാസ്റ്റർ ഇങ്ങനെ എന്നോട് പറഞ്ഞ സമയത്ത് എന്റെ മോനോട് ഞാൻ പറഞ്ഞു, മോനെ മമ്മിക്ക് ഇങ്ങനെ ഒരു സാധ്യത വന്നിട്ടുണ്ട്, എന്താന്ന് ചോദിച്ചു. പെട്ടെന്ന് അവന് യൂട്യൂബ് എടുത്ത് പാസ്റ്ററുടെ അരോമ ടിവിയെ കുറിച്ചുള്ളതെല്ലാം സാക്ഷ്യങ്ങളും മെസ്സേജുകളും ഒക്കെ അവൻ കണ്ടു. കണ്ടിട്ട് എന്നോട് പറഞ്ഞു, മമ്മി വിചാരിക്കുന്ന പോലെ സാധാരണ അല്ല കേട്ടോ, മമ്മി നന്നായി പ്രിപ്പയർ ആയി മാത്രമേ അതിൽ കയറാവുള്ളെന്ന്. കാരണം അനേകര് കാണുന്ന, ലക്ഷങ്ങൾ കാണുന്ന ഒരു ചാനലാണ് മമ്മി, അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് മാത്രമേ അതിൽ കയറാവുള്ളെന്ന്. ഞാൻ പറയാം, എന്റെ ദൈവം അത്ര വിശ്വസ്തനാ, എന്റെ ദൈവം അത്ര വലിയവനാ, എന്റെ ദൈവം അത്ര ആരാ. എന്നെ വിടിവിച്ച് എന്നെ സൗഖ്യമാക്കിയാൻ പറഞ്ഞല്ലോ. എന്റെ ബാല്യപ്രായം മുതൽ എന്നെ താങ്ങിയവൻ, എന്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ എന്നെ ചുമന്നവൻ, എന്നെ നടത്തിയവൻ. ഒത്തിരി പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ, ഒറ്റപ്പെടലുകൾ, അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞവർ, മാറ്റി നിർത്തിയവർ, ഉപേക്ഷിക്കപ്പെട്ടവർ ഒക്കെ ജീവിതത്തിലുണ്ട്. ഒത്തിരിയും കർത്താവിന്റെ വേലയെന്ന് അനുഭവിച്ചത്. പക്ഷേ ഇന്ന് ധൈര്യത്തോടെ നിന്നുകൊണ്ട് ഈ കുമളി പട്ടണത്തിനകത്ത് എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ, ഇന്ന് എന്റെ അച്ഛനെ അറിയാൻ മേലാത്തൊരു ചുരുക്കമാ, ഞങ്ങളുടെ സഭ അറിയാത്തൊരു ചുരുക്കമാ, എന്നെ കുറിച്ച് അറിയാത്ത ഒരു ചുരുക്കമാ. എന്റെ കർത്താവ് എന്നെ ഉയർത്തിയ വിധങ്ങളും മാനിച്ച വിധങ്ങളും അത്രത്തോളം വലുതാ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാ, വിടിവിക്കുന്ന ദൈവമാ. ഞാൻ കർത്താവിനോട് പറഞ്ഞ, തപ്പിച്ച എനിക്ക് സാക്ഷ്യം മാത്രമല്ല, അങ്ങ് തന്നെ ഒരു ചെറിയ ചിന്തയും കൂടെ എനിക്ക് അവരോട് പറയണം. കാരണം സാക്ഷ്യം മാത്രമല്ല, അപ്പന്റെ വചനത്തിലൂടെ 1-2 ചിന്തകളും കൂടെ എനിക്കൊന്ന് പറയണം. ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോ കർത്താവിനോട് പറഞ്ഞു, കുഞ്ഞെ, ഒരിക്കൽ പൗലോസ് ഒരു ചോദ്യം ചോദിച്ചു, നീ ആരാ കർത്താവേന്ന്? അല്ലേ? പൗലോസ് ചോദിക്കുക, നീ ആരാ കർത്താവേന്ന്? യഹൂദ ജനത്തെ കൊന്നുകളയുവാൻ അധികാരപത്രവും വാങ്ങി ഇറങ്ങി പുറപ്പെട്ടവൻ എന്ത് ചെയ്യുക, ദമസ്കോസിന്റെ പടിവാതിക്കൽ വന്നു, പരിശുദ്ധാത്മാവ് ചുറ്റി മിന്നി നിലത്ത് വീണു. ഉടനെ താൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നീ ആരാകുന്നു കർത്താവേ? കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാ ഞാൻ, കർത്താവാ ഞാൻ. ആമേൻ. അവിടെയാണ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാ, നീ ആരാ കർത്താവ്? അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നീ ആരാ? നമുക്ക് കർത്താവ് ആരാന്നാ പറയാൻ പറ്റുന്നേ? സൗഖ്യമാക്കുന്നവനെന്നോ, വിടിവിക്കുന്നവനെന്നോ, ആമേൻ, രോഗം മാറ്റുന്നവനെന്നോ, കടഭാരം മാറ്റുന്നവനെന്നോ, ഇല്ലായ്മകളെ തീർക്കുന്നവനെന്നോ, എന്താ നമുക്ക് പറയാൻ പറ്റുന്നേ? പക്ഷെ എനിക്ക് പറയാൻ പറ്റും, എന്റെ യേശു വിടിവിക്കുന്നവനാ. മാത്രവുമല്ല, അവൻ ലോകത്തിന്റെ രക്ഷകനാ. സകല മാനവ ജാതിക്കും വേണ്ടി തന്റെ അവസാനത്തെ തുള്ളി രക്തവും കാൽവറി ക്രൂശിൽ ഊറ്റി തന്ന, പാപത്തിൽ കിടക്കുന്ന, ശാപത്തിൽ കിടക്കുന്ന തന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ താണഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന, ദാസരൂപമെടുത്ത എന്നെയും നിങ്ങളെയും ശ്രേഷ്ഠരാക്കി തീർക്കാൻ, മാന്യ പാത്രങ്ങളാക്കി തീർക്കാൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന യേശു രക്ഷകനാ. അവൻ നമ്മളെ വിടിവിക്കുന്നവനാ. ഹല്ലേലൂയ. വീണ്ടും വരും നമ്മളെ ചേർക്കാൻ. വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, വിശ്വാസത്തോടെ നിൽക്കുന്ന തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ എന്റെ യേശു പോയതുപോലെ വീണ്ടും വരും. ഒരിക്കൽ കർത്താവ് വന്ന് പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരാന്നാ പറയുന്നത്? ആമേൻ. അവര് പറഞ്ഞു, പൗലോസ് ചോദിച്ചു, നീ ആരാന്ന്? കർത്താവ് ഇവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ ആരാന്നാ തോന്നുന്നേ? ഉടനെ പത്രോസ് പറഞ്ഞു, പലരും പറഞ്ഞു, ആ ജനമിനെ കുറിച്ച്, നിന്നെ കുറിച്ച് പറയുന്നത് യിരെമ്യാവാണ്, ഏലിയാവാണ്, പ്രവാചകന്മാരിൽ ഒരുത്തനാണ്, യോഹന്നാൻ സ്നാപകനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ പത്രോസ് പറയാ, അല്ലപ്പാ, ഇവരാരും പറയുന്നതല്ല, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവ. ആമേൻ. ആ വെളിപ്പാട് കർത്താവിനോട് പറയാ, പത്രോസേ, ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. ഈ സമയം എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ മക്കളോട് ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, എന്നെയും നിങ്ങളെയും വിടിവിപ്പാൻ ശക്തനായവൻ അവൻ വീണ്ടും വരും കേട്ടോ. എന്റെ യേശു വരൂ എന്ന് പറഞ്ഞാൽ വരും, അത് തീർച്ചയായിട്ടും വരും. അവന്റെ കാഹളത്തിന്റെ ശബ്ദം നമ്മുടെ കാതിൽ കേൾക്കാറായി. ലോക സംഭവങ്ങൾ മുഴുവനും വിളിച്ചറിയിക്കുന്നത് പ്രാണപ്രിയന്റെ വരവ്
വാതിക്കലായിരിക്കുന്നു എന്നുള്ളതാ. ഇന്ന് നാം ലോകത്തിലേക്കൊന്ന് നോക്കിക്കേ, എന്തും ഏതും ചെയ്യാൻ മടിയില്ലാത്ത ജനമായി മാറിയിരിക്കുക. പ്രത്യേകിച്ച് തലമുറകൾ കാശുണ്ടാക്കാൻ വേണ്ടി ചില ദിവസങ്ങളായി നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഓടുന്നത് പണത്തിന് വേണ്ടി, റീച്ചിന് വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു സഹോദരി. അല്ലല്ലോ മറ്റു കുഞ്ഞുങ്ങളെ നോക്കിക്കേ, യൗവനക്കാരായ കുഞ്ഞുങ്ങൾ പണത്തിന് വേണ്ടി അപ്പനെന്നോ അമ്മയെന്നോ വല്യമ്മയോ നോക്കാതെ സ്നേഹിക്കുന്ന പെൺകുഞ്ഞെന്നോ ഒന്നും വിചാരിക്കാതെ നിഷ്കർണം കൊന്നുകളയുന്ന ഒരു തലമുറ. ഇതിന്റെയൊക്കെ അടയാളം എന്ന് പറയുന്നത്, ഇതിന്റെയൊക്കെ ലക്ഷണം എന്ന് പറയുന്നത് പ്രാണപ്രിയൻ വേഗത്തിൽ വരാറായിരിക്കുകയാ. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10 കന്യകമാർ വിളക്കെടുത്ത് അവർ വിളക്കോട് അത് കർത്താവിന്റെ വരവിന് വേണ്ടി, മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. 5 പേർ വിളക്കിൽ എണ്ണയെടുത്തു, 5 പേർ വിളക്കോടുകൂടെ എണ്ണയെടുത്തില്ല. വിളക്കിൽ എണ്ണയെടുക്കാത്തവർ എണ്ണ ശേഖരിക്കുവാൻ കടന്നുപോയപ്പോൾ മണവാളൻ വാതിക്കൽ വന്നു. മണവാളൻ വന്നു. വിളക്കിനകത്ത് എണ്ണയുള്ളവർ മണവാളനോട് കൂടെ അകത്ത് കടന്നു. എണ്ണ ശേഖരിച്ച് വന്ന് വാതിലിൽ മുട്ടുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ഈ സമയം ശ്രവിക്കുന്ന എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട്, സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കർത്താവ് വരാറായി കേട്ടോ. നമ്മുടെ വിളക്കിൽ എണ്ണ നിറയ്ക്കാം. പ്രാണപ്രിയന്റെ വരവായി. ഇനി വിളക്കിൽ എണ്ണയ്ക്ക് വേണ്ടി ഓടാനുള്ള സമയങ്ങളല്ല. ലഭിക്കുന്ന സമയം മുഴുവനും വിളക്കിൽ എണ്ണ നിറച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിച്ചും കർത്താവിന്റെ വരവിന് വേണ്ടി ഒന്ന് ഒരുങ്ങി കാത്തിരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കൊരു നിമിഷം ഒറ്റ വാക്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയപ്പ ഈ അരോമ ടിവിയുടെ ചാനലിലൂടെ എന്റെ അനുഭവ സാക്ഷ്യത്തെ പങ്കുവെക്കുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനായി, ഈ ടിവിയുടെ കർത്താവ് ചാനലിന്റെ പ്രവർത്തകർക്കായി എന്നെ പരിചയപ്പെടുത്തിയ സാലിയാന്റിക്കായി സ്തോത്രം ചെയ്യുന്നു. ധാരാളമായി ദൈവം അനുഗ്രഹിക്കണമേ. അപ്പ എന്റെ ഈ സാക്ഷ്യം കേട്ട, എന്റെ ഈ ചെറിയ ചുരുക്ക ദൈവാലോചന കേട്ട ഈ ദൈവജനത്തോട്, ഈ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെടണം. സൗഖ്യമാക്കുന്നവൻ ദൈവമാ, വിടിവിക്കുന്നവൻ ദൈവമാ, അമേൻ, സഹായിക്കുന്നവൻ ദൈവമാ. അത് മനസ്സിലാക്കി ജീവിപ്പാനുള്ള കൃപ ജനത്തിന് കൊടുക്കണമേ. യേശു ആരാണെന്നൊന്ന് അറിയാനുള്ള മനസ്സവർക്ക് കൊടുക്കണമേ കർത്താവെ. ഉപദ്രവിക്കുന്നവരുണ്ട് കർത്താവെ, ദൈവനാമത്തിന് വേണ്ടി എതിർ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ യേശു ആരാണെന്നൊന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങകളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എനിക്ക് ഇത്രത്തോളം സമയം ഈ ചാനലിലൂടെ എന്റെ അനുഭവ സാക്ഷ്യത്തെ പങ്കുവെക്കുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന അരോമ ടിവിയുടെ പ്രവർത്തകരോട്, ഇതിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ, അദ്ദേഹത്തോടുള്ള എന്റെ നന്ദി അറിയിക്കുന്നു. എന്നെ പരിചയപ്പെടുത്തിയ സാലി ആന്റിയോട് നന്ദി അറിയിക്കുന്നു. എന്റെ ഈ സാക്ഷ്യം ശ്രവിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാറാനാഥ, ഗോഡ് ബ്ലസ് യു. താങ്ക് യു. കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ അനിമോൾ ദേവരാജൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയും കർത്തൃദാസിയുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാട് വിതരണത്തിൽ അറിയിക്കുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ കർത്താവിന്റെ സ്നേഹത്തിലെ വളർന്നു വരുവാൻ, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ, കർത്തൃ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുവാൻ വിവിധ നിലകളിൽ, വിവിധ വേദികളിൽ, വിവിധ ഇടങ്ങളിൽ ശക്തമായി ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അത് വീട്ടിലും നാട്ടിലും അത് ഒരുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും, ഹോസ്പിറ്റലുകളില് ഡോക്ടർമാരുടെ മുൻപില് അവർക്കും സാക്ഷ്യമായി തീരത്തക്കവണ്ണം അവിടെയും പോയി അനുഭവങ്ങളിലൂടെ ജീവിതം വെളിപ്പെടുത്തുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കി എന്ന് കേൾക്കാൻ കഴിഞ്ഞു. കർത്തൃദാസിയെ ദൈവം ഇത്രത്തോളം സൗഖ്യത്തോടെ നിർത്തിയിരിക്കുന്നുണ്ട്. സ്തോത്രം. ഒരു സന്ദർഭത്തില് കപ്പല് തകർന്നു പോയി, എല്ലാം തകർന്നു, എല്ലാം തരിപ്പണമായി, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചു. പക്ഷേ പൗലോസിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അത് നിവർത്തിക്കപ്പെടേണ്ടതായിരുന്നു. ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓളങ്ങളും തിരമാലകളും ഒക്കെ കടന്നു വരും. അക്കരെ കൊണ്ട് എത്തിക്കാമെന്ന് പറഞ്ഞവൻ വഴിയിൽ നശിച്ചു പോകുവാൻ നമ്മെ അനുവദിക്കത്തില്ല, അക്കരെ തന്നെ കൊണ്ടെത്തിക്കും.
നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്, അത് വേറെ ആരെയും ഭരമേൽപ്പിക്കത്തില്ല. അത് നമ്മളെ കൊണ്ട് തന്നെ കർത്താവ് പൂർത്തീകരിക്കും. അപ്പോൾ അതിനാവശ്യമായിരിക്കുന്ന ആരോഗ്യവും ആയുസ്സും അവസരങ്ങളും കർത്താവ് നമുക്ക് തരും. എന്നാൽ ഇടയ്ക്ക് ഇയ്യോബിന്റെ ജീവിതത്തിൽ നേരിട്ടതുപോലെ ചില പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ട് അത് സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ അത് പല രൂപത്തിലായിരിക്കാം വരുന്നത്. ചിലപ്പോൾ കാൻസർ പോലെയുള്ള മഹാരോഗമായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിൽ നേരിടുന്ന അത്യാഹിതങ്ങളായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതകളായിരിക്കാം, കടങ്ങളായിരിക്കാം, കഷ്ടപ്പാടുകളായിരിക്കാം, ചിലപ്പോൾ നിന്ദയും പരിഹാസവുമായിരിക്കാം, ചിലപ്പോൾ ചില പീഡന അനുഭവങ്ങൾ സുവിശേഷ വിരോധികളിലൂടെ ഒരുപക്ഷെ നേരിട്ടെന്നിരിക്കാം. അങ്ങനെ വിവിധ നിലകളിൽ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എല്ലാം കൂടെ ഒരുമിച്ച് ചിലപ്പോൾ തന്നെന്ന് വരത്തില്ല. സ്തോത്രം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കൂരിലിന്റെ അനുഭവം ഉണ്ടാവും, താഴ്വരയുടെ അനുഭവം ഉണ്ടാവും. പക്ഷെ കരം പിടിച്ച് നടത്തുന്നവൻ കൂടെയുണ്ടെങ്കിൽ കർത്താവ് ആ കൂരിലും നമ്മളെ കൂടെ ഇരുന്ന് അക്കരെ കൊണ്ടെത്തിക്കുവാൻ, ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ, നമ്മോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ഇടയായിത്തീരും. കർത്തദാസിയുടെ നല്ല ജീവിത അനുഭവങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നാളെ ഒരു കാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും, അവരെ ധൈര്യപ്പെടുത്താൻ കഴിയും, അവരോട് ഈ അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ കഴിയും. ഈ അനുഭവത്തിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിക്ക് മാത്രമേ, അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ ബലപ്പെടുത്തുവാൻ, ആശ്വസിപ്പിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. ആകയാൽ ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും കർത്താവ് തന്നല്ലോ. ശിഷ്ടായുസ് മുഴുവനും കർത്തൃ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവിന് വേണ്ടി പ്രകാശം പരത്തുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം സഹായിക്കട്ടെ. അതിനുള്ള സൗഖ്യ ആരോഗ്യവും അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യം പങ്കുവച്ചതിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടതിന് ശേഷം ഷെയർ ചെയ്ത് കൊടുക്കണം. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.